നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. ആ സമുദ്രത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ദ്വീപുണ്ട്. ആ ചെറിയ ദ്വീപിലേക്ക് മഞ്ഞുകാറ്റ് അങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം കടൽ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് കുറച്ചധികം കപ്പലുകൾ ആ ദ്വീപിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശവത്തിന് ചുറ്റും കാക്കകൾ വട്ടമിട്ട് പറക്കുന്നത് പോലെ ആ കപ്പലിന് ചുറ്റുമായിട്ട് കുറച്ചധികം കാക്കകൾ ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഈ കപ്പലിൽ ഇപ്പോൾ വരുന്നത് മറ്റാരുമല്ല, ആ രാജ്യത്തിന്റെ ആ ദ്വീപിന്റെ രാജാവായ വൈക്കിംഗ് കിങ് അർവാൻഡിലാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് ആ യുദ്ധത്തിൽ വിജയിച്ച് മടങ്ങി വരുന്ന വരവാണിത്. ഇത് നോക്കിക്കൊണ്ട് തന്നെ ആ ദ്വീപിൽ ഒരു പയ്യൻ ഇരിപ്പുണ്ടായിരുന്നു. അവന്റെ പേരാണ് ആംലെത്ത്. ഈ വൈക്കിംഗ് രാജാവിന്റെ മകനാണ് ആംലെത്ത്. അച്ഛൻ തിരിച്ചു വന്നത് കണ്ട് സന്തോഷത്തോട് കൂടിയിട്ട് അവൻ അവന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അതായത് ആ രാജ്യത്തിന്റെ രാജ്ഞിയുടെ റൂമിലേക്ക് പെർമിഷൻ പോലും ചോദിക്കാതെയാണ് അവൻ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറുന്നത്. എന്നാൽ ആ സമയത്ത് രാജ്ഞി അവരുടെ വസ്ത്രം മാറുമായിരുന്നു കേട്ടോ. അപ്പൊ തന്നെ മകനായിട്ടുള്ള ആംലെത്തിനെ ചീത്ത പറയാണ്, നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് പെർമിഷൻ ചോദിക്കാതെ എന്റെ റൂമിലേക്ക് കയറാൻ പാടില്ല എന്ന്. എന്നാൽ അതൊന്നും കേൾക്കാതെ ആംലെത്ത് പറയാണ്, അമ്മേ അച്ഛൻ തിരിച്ചു വന്നു, നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ടേ, അച്ഛനെ സ്വീകരിക്കേണ്ടതെന്ന് പറയാണ്. വാടാ മോനെ എന്ന് പറഞ്ഞിട്ട് അവന്റെ മുഖത്ത് തലയോടിക്കൊണ്ട് ഇപ്പൊ ആ ഒരു രാജ്ഞി അവനെയും കൂട്ടിക്കൊണ്ട് നേരെ രാജാവിനെ സ്വീകരിക്കാനായിട്ട് പോവാണ്. ഇതേ നേരം തന്നെ രാജാവ് ദ്വീപിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. യുദ്ധത്തിലെല്ലാം വിജയിച്ച് ഒരുപാട് സമ്പത്തുമായിട്ടുള്ള വരവാണ്. രാജാവും സൈനികരും ഇപ്പൊ നേരെ കൊട്ടാരത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ മറ്റൊരു ഭാഗത്തേക്ക് പോവാണ്. അവരുടെ കൂടെ അവർ യുദ്ധത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന സ്ത്രീകളും അതുപോലെ അടിമകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് രാജാവിനെ സ്വീകരിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും അതുപോലെ തന്നെ മകനായിട്ടുള്ള ആംലെത്തും അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. രാജകീയമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് സ്വീകരിക്കുകയാണ്. മകനാണെങ്കിലും ആംലെത്ത് രാജാവിന് കൊടുക്കേണ്ട ആ ഒരു ബഹുമാനം അതുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ മകനെ പൊക്കിയെടുത്തോണ്ട് പറയാണ്, എടാ ഞാൻ രാജാവായാലും നീ എന്റെ മോനല്ലടാ, വാടാ മോനെ, എത്ര ദിവസമായി കണ്ടിട്ട്. അവനെ എടുത്തുകൊണ്ട് ഇപ്പൊ രാജാവായിട്ടുള്ള അർവാൻഡിൽ, ഒരു വല്ലാത്ത പേര് തന്നെ, അതുകൊണ്ട് നമുക്ക് രാജാവ് എന്ന് പറയാം. എന്തായാലും മകനെയും കൊഞ്ചിച്ചുകൊണ്ട് അങ്ങനെ പോവാണ്. ഇതേ നേരം യുദ്ധത്തിൽ രാജാവ് സമ്പാദിച്ചാന്ന് പറയാൻ പറ്റില്ല, കൊള്ളയടിച്ച കൊള്ള മുതൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു അതിൽ. അങ്ങനെ രാത്രിയായി രാജാവിന് വേണ്ടി വലിയൊരു പാർട്ടി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ആ ഒരു പാർട്ടിയിൽ തന്നെ എല്ലാവരും നോക്കി നിൽക്കെ രാജാവ് തന്റെ മകനായിട്ടുള്ള ആംലെത്തിന് ഒരു സമ്മാനം നൽകുകയാണ്, ഒരു മാല. യുദ്ധത്തിന് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു രാജകുമാരനെ കൊന്ന് അവന്റെ കഴുത്തിൽ നിന്നും കിട്ടിയതാണ് ഈ മാല. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മാല ഞാൻ എന്റെ മകന് വേണ്ടി സമർപ്പിക്കുക എന്ന് പറയാണ്. ആംലെത്ത് വളരെ സ്നേഹത്തോടു കൂടി തന്നെ അത് സ്വീകരിക്കുന്നുണ്ട്. ഇതേ നേരം ആ ഒരു സഭയിലേക്ക് മറ്റൊരാൾ കയറി വരികയാണ്. മറ്റാരുമല്ല, രാജാവിന്റെ സഹോദരൻ. സ്വന്തം സഹോദരനല്ല, അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യയുള്ള മകനാണ്. ആളുടെ പേര് ഫ്യൂനർ എന്നാണ്. ആൾ അത്യാവശ്യം ദേഷ്യക്കാരനാണ് കേട്ടോ. യുദ്ധത്തിലെല്ലാം രാജാവിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ് ഈ ഫ്യൂനർ. വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാട്ടോ. അപ്പൊ യുദ്ധത്തിലൊക്കെ ഒരുപാട് സഹായിച്ച ആളല്ലേ, അതുകൊണ്ട് രാജ്ഞി അയാൾക്ക് വേണ്ടി രാജ്ഞിയുടെ ആ ഒരു വൈൻ ഗ്ലാസ് നീട്ടുകയാണ് കേട്ടോ. രാജ്ഞി നീട്ടിയാൽ അത് മേടിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഫ്യൂനർ അത് മേടിക്കുകയാണ്. ഇത് കുടിക്കാൻ നിൽക്കുന്ന സമയത്ത് രാജാവ് തന്നെ കാശ് കൊടുത്ത് ആ സഭയിൽ ഒരു ജോക്കറിനെ, ഒരു കോമാളിയെ നിർത്തിയിട്ടുണ്ട്. ഇയാളുടെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ രാജാവിനെയും രാജ്ഞിയെയും കുറിച്ച് അസഭ്യം പറയാം. ഇപ്പൊ ഫ്യൂനറിന് വേണ്ടിയിട്ട് രാജ്ഞി ആ ഒരു മദ്യത്തിന്റെ ഗ്ലാസ് കൊടുത്ത സമയത്ത് രാജ്ഞിയെ കുറിച്ച് ഇയാൾ പറയാണ്, അതായത് ആ ഒരു കോമാളി പറയാണ്, മഹാറാണിക്ക് ഇപ്പൊ താല്പര്യം രാജാവിനോടൊന്നുമല്ല, ചുറ്റുള്ള ആണുങ്ങളോടാണ്. അതായത് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അയാളുടെ തല വെട്ടില്ലേ. എന്തായാലും അയാളുടെ ആ ഒരു സംസാരം കേട്ട് ഫ്യൂനറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. കയ്യിലുണ്ടായിരുന്ന കത്തി ഊരി ആ കോമാളിയുടെ കഴുത്ത് അറക്കാൻ വേണ്ടി പോകുമ്പോൾ രാജാവ് അവനെ തടുക്കുകയാണ്. നീ അവനൊന്നും ചെയ്യണ്ട, ഇതുപോലെ അനാവശ്യം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ അവനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു കോമാളിയുടെ ജോലി അത് വല്ലാത്തൊരു ജോലി തന്നെ, എപ്പോ വേണമെങ്കിലും അയാളുടെ തല പോകും. ഇതേ നേരം തന്നെ ഈ ഫ്യൂനർക്കും ഒരു മകനുണ്ടായിട്ടുണ്ട്. ആ കുഞ്ഞിനെയും അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഈ രാജ്യത്തിന് വേണ്ടി പോരാടാൻ പോകുന്ന അടുത്ത പോരാളിയാണ് എന്റെ മകൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുഞ്ഞിനെയും ഉയർത്തി കാണിച്ച് ഈ രാജ്യം എന്നും ഇതിന്റെ ആ ഒരു പവിത്രതയില് അഭിവൃദ്ധിയിൽ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും രാജാവിന് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ പാടുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞു. രാജാവ് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വന്നിട്ടുണ്ട്. കൂടെ തന്നെ ക്യൂനും ഉണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ. ഈ ക്യൂവിന്റെ പേര് കുറച്ച് കഷ്ടമാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് ക്യൂൻ എലിസബത്ത് എന്ന് വിളിക്കാം. ഇപ്പൊ രാജാവ് അദ്ദേഹത്തിന്റെ ആ ഒരു വസ്ത്രങ്ങളെല്ലാം മാറ്റുകയാണ്. ആ സമയത്താണ് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ വയറിന്റെ ഭാഗത്തുണ്ടായിരുന്ന വലിയ മുറിവ് കാണിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ വളരെ ക്ഷീണിതനാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് എലിസബത്തിനോട് ഒരു കാര്യം പറയുന്നുണ്ട്, ഈ യുദ്ധത്തിൽ മരണപ്പെടണമെന്നാണ് എന്റെ ആഗ്രഹം, എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു സ്വർഗം കിട്ടുകയുള്ളൂ. ഇത് ഇവരുടെ ഒരു വിശ്വാസമാണ് കേട്ടോ. അപ്പൊ എലിസബത്ത് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കും, ഒരു യുദ്ധത്തിൽ വെച്ചല്ലാതെ നിങ്ങൾ ഒരിക്കലും മരണപ്പെടില്ല എന്ന് പറയണം. ഇപ്പൊ തൽക്കാലം വാ നമുക്ക് കിടക്കാന്ന് പറഞ്ഞ് വളരെ റൊമാൻറ്റിക് ആയിട്ട് രാജാവിനെ രാജ്ഞി കട്ടിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ രാജാവ് പറയുന്നത്, എനിക്കിപ്പോ അതിനൊന്നും നേരമില്ല, ഞാൻ മരണപ്പെട്ടാൽ ഇനി അടുത്തതായിട്ട് രാജാവായി വരേണ്ടത് എന്റെ മകനാണ്, അവൻ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കണം. പിന്നീട് ആ രാത്രിയിൽ തന്നെ ആംലെത്തിനെയും കൂട്ടി രാജാവ് നേരെ അവരുടെ മതഗുരുവിനെ കാണാനായിട്ട് കൊട്ടാരത്തിൽ നിന്നും കുറച്ച് അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ്. പ്രത്യേകതരം ആരാധനയും അതുപോലെ തന്നെ പൂജയും ഇതെല്ലാം ചെയ്യുന്ന സ്ഥലമാണത്. അങ്ങോട്ടേക്ക് ചെന്നു ആ അമ്പലത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ കിടക്കുന്നുണ്ട്. ആ നേരത്ത് അവരുടെ വസ്ത്രമെല്ലാം മാറി അർദ്ധനഗ്നമായിക്കൊണ്ടാണ് രാജാവും അതുപോലെ തന്നെ ആംലെത്തും അതിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. എന്നാൽ ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് മനുഷ്യരെ പോലെയല്ല, ചെന്നായ്ക്കളെ പോലെ വേണം പോകാനായിട്ട്, അതായത് 4 കാലിൽ. ആ കാര്യം ആംലെത്തിനോട് അവന്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ ആംലെത്തും അവന്റെ അച്ഛനായിട്ടുള്ള രാജാവും രണ്ടുപേരും അതിന്റെ ഉള്ളിലേക്ക് പോകുന്നത് ആ രീതിയിലാണ്, അതായത് പട്ടികളൊക്കെ പോകുന്നത് പോലെ, അതുപോലെ കുരച്ചു
വിളിച്ചുകൊണ്ട് ഒരു പ്രത്യേകതരം വിചിത്രമായിട്ടുള്ള ആരാധന രീതിയല്ലേ. എന്തായാലും അതിനടിയിലെ ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോയപ്പോൾ അവരുടെ ആ ഒരു മതഗുരു അവിടെ ഉണ്ട് കേട്ടോ. ഇയാളുടെ പേരാണ് ഹെയ്മർ. ഇവർ വന്ന പാട് തന്നെ ഈ ഹെയ്മർ ചില കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട്. ഇവരാണെങ്കിൽ നായ്ക്കളെ പോലെ അവിടുന്ന് കുരച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുന്നിലേക്ക് 2 പാത്രത്തിൽ മനുഷ്യരുടെ ഇറച്ചിയുടെ സൂപ്പ് വെച്ചു കൊടുക്കുകയാണ്. അത് കുടിക്കാൻ വേണ്ടി മതഗുരു പറയാണ്. ഇത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അവരോട് 2 പേരോടും കൂക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ അവർ ചെയ്യാണ്. അതായത് അച്ഛൻ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആംലത്തും ചെയ്യുന്നത്. ഇതിനുശേഷം മതഗുരുവായിട്ടുള്ള ഹെയ്മർ നമ്മുടെ ആംലത്തിനോട് പറയാണ്, നിന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണക്കാരെ നീ തേടി പിടിച്ചു കൊല്ലണം. അത് നിന്റെ കടമയാണ്. ഒരിക്കലും ജീവിതത്തിൽ നീ ഭയക്കാൻ പാടില്ല. ഇതേ നേരം തന്നെ രാജാവ്, അതായത് അവന്റെ അച്ഛൻ, അദ്ദേഹത്തിന്റെ ആ ഒരു മുറിവ് പുറത്തേക്ക് കാണിക്കുകയാണ്. ആ രക്തത്തിൽ തൊട്ടുകൊണ്ട് ഇനി നീ പേടിക്കില്ല എന്ന് സത്യം ചെയ്യുന്നു പറയാണ്. ഇപ്പൊ അച്ഛന്റെ വയറ്റിൽ ആ ഒരു മുറിവ് കണ്ട് ആംലത്തിന് ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് അവൻ കരയാണ്. ആ കണ്ണുനീർ തുള്ളി എടുത്തുകൊണ്ട് ആ മതഗുരു പറയാണ്, ഇത് നിന്റെ കണ്ണിലെ അവസാനത്തെ കണ്ണുനീരായിരിക്കണം. ഇനി നീ കരയാൻ പാടില്ല. ഇത് പറഞ്ഞ് അച്ഛന്റെ വയറ്റിലെ ആ ഒരു മുറിയിലേക്ക് കൈവെക്കാൻ പറയാണ്. ഇനി അടുത്തതായിട്ട് രാജാവാകാൻ പോകുന്നത് നീയാണ് ആംലത്ത്. എന്നാൽ അവിടെ കൈവച്ച സമയത്ത് ആംലത്ത് ചില ഇലൂഷൻസ് കാണുന്നുണ്ട്. അവന്റെ കൈകൊണ്ട് മരണപ്പെടാൻ പോകുന്ന ആൾക്കാരാണത്. ഒരുപാട് ആൾക്കാരുണ്ടത്. അവസാനം അവന്റെ അച്ഛൻ മരണപ്പെടുന്നതായിട്ട് വരെ അവൻ കാണുകയാണ്. അതിനൊടുവിൽ അവൻ രാജാവാകുന്നുണ്ട്. പിന്നീട് മതപരമായ ആ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞ് 2 പേരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ചെറിയൊരു വനമാണ്. ഈ വനമെല്ലാം താണ്ടിക്കൊണ്ട് വേണം നേരെ കൊട്ടാരത്തിലേക്ക് പോകാനായിട്ട്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു കൂട്ടം കുതിരപ്പോരാളികൾ അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നുണ്ട്. അവർ എത്തുന്നതിന് മുന്നേ ആയിട്ട് അവരുടെ അമ്പ് വന്ന് രാജാവിന്റെ ദേഹത്ത് തുളച്ചു കയറുകയാണ്. 4 or 5 അമ്പുകൾ അദ്ദേഹത്തിന്റെ ദേഹത്ത് തുളച്ച് കയറി കഴിഞ്ഞു. അപ്പോഴേക്കും കുതിരപ്പടയാളികൾ അങ്ങോട്ടേക്ക് വന്നു. അദ്ദേഹത്തെ ചുറ്റും വളയാണ്. ഈ നേരത്ത് രാജാവ് ഉറക്കനെ വിളിച്ചു പറയാണ്, ആംലത്ത് ഓട് ഓട്, എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടുന്നു പറയാണ്. എന്നാൽ അച്ഛനെ വിട്ട് പോകാനായിട്ട് അവന് മനസ്സും വരുന്നില്ല. പിന്നീട് അച്ഛനെ തിരിഞ്ഞു നോക്കി ആ കാട്ടിലേക്ക് അവൻ ഓടി മറയാണ്. എന്നാൽ അപ്പൊ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ല് കണ്ട് അതിന്റെ പിന്നിൽ പോയിട്ട് ഒളിക്കുന്നുണ്ട്. അച്ഛനെ അവരെന്താ ചെയ്യുന്നേ നോക്കാൻ വേണ്ടിയിട്ട്. ആ വന്ന യോദ്ധാക്കൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന കുന്തം വെച്ച് പല തവണ രാജാവിന്റെ ദേഹത്ത് കുത്തി ഇറക്കുന്നുണ്ട്. ഈ നേരത്താണ് അവരുടെ ലീഡർ അങ്ങോട്ടേക്ക് വരുന്നത്. അയാളുടെ ആ ഒരു ഹെൽമെറ്റ് മാറ്റുന്നുണ്ട്. അത് മാറ്റിയപ്പോൾ രാജാവ് തന്നെ ഞെട്ടിപ്പോയി. അത് മറ്റാരുമല്ല, അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ഫ്യൂനർ ആയിരുന്നു. ഇത് കണ്ട് നമ്മുടെ ആംലത്തും ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും രാജ്യത്തിനെയും രാജാവിന്റെ ഭാര്യയും വേണ്ടിയിട്ടാണ് ഫ്യൂനർ ഈ കാര്യം ചെയ്യുന്നത്. അവിടെ വെച്ച് തന്നെ സ്വന്തം ചേട്ടന്റെ തല വെട്ടി മുറിച്ചെടുക്കുകയാണ് ഫ്യൂനർ. എന്നിട്ട് രാജാവിന്റെ മകൻ ആംലത്ത് അവന്റെ തല വെട്ടിയെടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഇത് കേട്ട് പേടിച്ചു പോയ ആംലത്ത് കാട്ടിലേക്ക് വീണ്ടും ഓടുകയാണ്. ഒരു 4-5 പേർ അവനെ പിടിക്കാനായിട്ട് അവന്റെ പിന്നാലെ വരുന്നുണ്ട്. എന്നാൽ ആംലറ്റ് പെട്ടെന്ന് എങ്ങോട്ടോ മറിഞ്ഞു പോവാണ്. ഈ വന്ന പട്ടാളക്കാർക്ക് അവനെ കാണാൻ കഴിയുന്നില്ല. കാരണം പണ്ടെപ്പോഴോ വീണുപോയ ഒരു മരത്തിന്റെ പൊത്തിൽ അവൻ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പടയാളികൾ പോയി എന്ന് കരുതിയിട്ട് അവൻ പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരുത്തൻ അവനെ പിന്നാലെ വന്ന് പിടിക്കുകയാണ്. നിന്റെ കാര്യം ഞാൻ ഇപ്പൊ ശരിയാക്കി തരാടെന്ന് പറഞ്ഞിട്ട് കത്തിയെടുത്ത് ആംലത്തിനെ കുത്താൻ നിൽക്കുമ്പോൾ ആംലത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഈ പടയാളിയുടെ മൂക്ക് ഒരൊറ്റ ചെത്തലാണ്. ചോര ഇപ്പൊ ചെറപറാന്നുകൊണ്ട് ഒഴുകുന്നുണ്ട് കേട്ടോ. ഇയാൾ നിലവിളിച്ചുകൊണ്ട് രാജാവിന്റെ അരികിലേക്ക് ഓടുകയാണ്. ആ നേരത്ത് ആംലത്ത് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് അവന്റെ ഗ്രാമത്തിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് അവന്റെ അച്ഛന്റെ ആൾക്കാരെ മുഴുവനായിട്ടും ഫ്യൂനർ കൊന്ന് കൊലവിളിച്ചിരിക്കുകയാണ്. അവരിൽ നിന്നും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാനായിട്ട് ഒരു ചുവന്ന ഷാൾ എടുത്ത് ആംലത്ത് അവന്റെ ദേഹം മുഴുവൻ കവർ ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരു വീടിന്റെ അടിയിൽ പോയിട്ട് ഒളിക്കുകയാണ്. ആ നേരത്ത് രാജാവിന്റെ പടയാളികൾ, അതായത് ഇപ്പോഴത്തെ രാജാവ് ആംലത്തിന്റെ അച്ഛനല്ല, അദ്ദേഹത്തിന്റെ അനിയൻ ഫ്യൂനറാണ്. ഫ്യൂനറിന്റെ ആൾക്കാർ രാജ്ഞിയെ തൂക്കിയെടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ആ സമയത്ത് ആ ഒരു സ്ത്രീ നിലവിളിച്ച് കരയാണ്, എന്നെ വിട് എന്ന് പറഞ്ഞിട്ട്. പാവം ഇതെല്ലാം നോക്കി നിൽക്കാൻ മാത്രമേ ആംലത്തിന് കഴിയുന്നുള്ളൂ. കാരണം അവനൊരു കുട്ടിയല്ലേ. ഈ സമയത്ത് ആംലത്ത് നേരത്തെ ഒരു പട്ടാളക്കാരന്റെ മൂക്ക് ചെത്തിക്കളഞ്ഞില്ലേ, ചോര ഒലിപ്പിച്ചുകൊണ്ട് അവനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, ആംലത്തിനെ ഞാൻ കൊന്നു. ആ നേരം അവൻ കടലിലേക്ക് വീണു. അവന്റെ ബോഡി എടുക്കാൻ ഞാൻ പോയപ്പോൾ ഒരു കരടി എന്നെ ആക്രമിച്ചു. അതിന്റെ മൂക്ക് കടിച്ചു പറിച്ചു. എന്നാലും ആംലത്ത് മരിച്ചു എന്ന് പറയാണ്. എന്നാൽ ആംലത്ത് രക്ഷപ്പെട്ട് ചെറിയൊരു തോണിയുമായിട്ട് കടലിന്റെ ഉൾഭാഗത്തേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് 3 കാര്യങ്ങൾ അവൻ മന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. എന്റെ അച്ഛനെ കൊന്നതിന് ഞാൻ പ്രതികാരം വീട്ടും, എന്റെ അമ്മയെ ഞാൻ രക്ഷപ്പെടുത്തും, ഫ്യൂനർ അവനെ ഞാൻ കൊല്ലും. ഇത് തന്നെ പല തവണ റിപ്പീറ്റ് ആയിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞു. ഇപ്പോ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് ഒറ്റപ്പെട്ടു പോയ ആംലത്തിനെ പിന്നീട് എടുത്തു വളർത്തിയത് കാട്ടാളന്മാരായിട്ടുള്ള വൈക്കിങ്സുകളായിരുന്നു. മനുഷ്യത്വം എന്താണെന്ന് പോലും അറിയാത്ത രാക്ഷസന്മാരായിരുന്നു ഈ വൈക്കിങ്സ്. അങ്ങനെയുള്ള ആ രാക്ഷസ കൂട്ടത്തിലെ ഒരാളാണ് ഇപ്പൊ നമ്മുടെ ആംലത്ത്. ഈ വൈക്കിംഗ് കൂട്ടം ഇപ്പൊ ഒരു രാജ്യത്തെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചെറിയ ചെറിയ ഗോത്രങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗോത്രത്തിന്റെ അടുത്തേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നേരം ആ തടാകത്തിൽ മീൻ പിടിക്കാൻ വന്ന ഒരു മകനെയും അച്ഛനെയും കാണുന്നുണ്ട്. യാതൊരു ദയയും കൂടാതെ ആംലത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ അമ്പ് ചെയ്ത് അവരെ 2 പേരെയും കൊന്നുകളയാണ്. ഒരു കാരണവുമില്ല, ജസ്റ്റ് ഫോർ എ ഫൺ, എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം. അങ്ങനെ അന്ന് രാത്രിയായ സമയത്ത് നാളെ ഇവർ വലിയൊരു കവർച്ച, അതായത് ഇവിടെയുള്ള ഗോത്രത്തിനെ ആക്രമിക്കാൻ വേണ്ടി പോലെ അതിനു മുന്നേ ആയിട്ട് അവരുടേതായ വല്ലാത്തൊരു ഒരു ചടങ്ങ് അവർ നടത്തുന്നുണ്ട്. കണ്ടാൽ തന്നെ പേടിയാവുന്ന വല്ലാത്ത രീതിയിലുള്ള ഒരു ചടങ്ങ്. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആ ചെറിയ ഗോത്രത്തെ ഇവർ ആക്രമിക്കുകയാണ്. ആ ഒരു ഗ്രാമത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി അവിടെ ഒരുപാട് മരത്തടികൾ നല്ല ഹൈറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം താണ്ടി അതിന്റെ മുകളിലേക്ക് കടന്ന് അവിടുത്തെ കാവൽക്കാരെ മുഴുവൻ കൊന്ന് അതിന്റെ അപ്പുറത്തേക്ക് ഇവർ ചാടി ഇറങ്ങുകയാണ്.
തുടങ്ങുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് കാട്ടാളന്മാരായിട്ടുള്ള ഈ വൈക്കിങ്സുകൾ അവരുടെ നരനായായിട്ട് തുടങ്ങുകയാണ്. കണ്ണിൽ കാണുന്നവരെല്ലാം കൊന്നു. കുട്ടികളെയും സ്ത്രീകളെയും ഒരു പ്രത്യേക ഭാഗത്തേക്ക് മാറ്റിവെച്ചു. ചിലരൊക്കെ സ്ത്രീകളെ മൃഗീയമായിട്ട് പീഡിപ്പിക്കുകയാണ്. നമ്മുടെ കഥാനായകനായിട്ടുള്ള ആംലെത്ത് അവനും ഒട്ടും പിറകിലായിരുന്നില്ല. കണ്ണിൽ കാണുന്ന എല്ലാ ചെറുപ്പക്കാരെയും അവൻ വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടാളന്മാരുടെ കൂടെ കൂടി അവരുടെ കൂടെ വളർന്ന് അവരെ പോലെ തന്നെ ആയിരിക്കുകയാണ് ഈ ആംലെത്തും. പക്ഷേ സ്ത്രീകളെയോ കുട്ടികളെയോ അവനൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പൊ ആംലെത്തിന് നേരെ എറിഞ്ഞ ഒരു കുന്തം അത് അവൻ കൈകൊണ്ട് പിടിച്ച് അതേ കുന്തം കൊണ്ട് എറിഞ്ഞ ആളെ വരെ കൊന്നുകളയാണ്. പിന്നീട് കുതിരപ്പുറത്ത് വരുന്ന ഒരുത്തൻ അവനെ കോടാലി വെച്ച് വെട്ടി കഷ്ണമാക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരുത്തൻ അവന്റെ ആയുധം വാങ്ങി വലിച്ചെറിഞ്ഞ് അവന്റെ കഴുത്തിന് കയറി കാട്ടിച്ച് ആ രീതിയിൽ അവനെ കൊല്ലുകയാണ്. അതായത് ആംലെത്ത് എന്തോ ഭയങ്കര അഗ്രസീവാണ്. അവനെ പോലെ തന്നെയാണ് ബാക്കിയുള്ള ആ ഒരു കാട്ടാളൻ വൈക്കിങ്സുകളും. അങ്ങനെ ഒടുവിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും സറണ്ടർ ആയിരിക്കുകയാണ്. ഇതിനുശേഷം സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയിട്ട് 3-4 പേരൊക്കെ ഒരുമിച്ചിരുന്ന് റേപ്പ് ചെയ്യാണ്. മാത്രമല്ല കുട്ടികളെ, അതാണ് ഏറ്റവും സങ്കടപ്പെടുത്തിയ കാര്യം. കുട്ടികളെ മാത്രമായിട്ട് ഒരു വലിയ മരത്തിന്റെ വീട്ടിന്റെ ഉള്ളിലാക്കിയിട്ട് അത് മുഴുവനായിട്ട് ലോക്ക് ചെയ്ത് ആ വീടിന് തീ വെക്കുകയാണ്. ഇതിന്റെ ആവശ്യം എന്താണ്? അതായത് ഇവരൊന്നും മനുഷ്യരല്ല, മൃഗങ്ങളാണ്. മൃഗങ്ങളെക്കാൾ വലിയ മറ്റെന്തോ ആണ്. അങ്ങനെ രാത്രിയായ സമയത്ത് ഇവരുടെ പേക്കൂത്ത് തുടങ്ങുകയാണ്. മാത്രമല്ല അവരുടെ ആ ഒരു എന്റർടൈൻമെന്റായിട്ട് ചെറിയ ചെറിയ പെൺകുട്ടികളെ വരെ അവരങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതൊന്നും കാണുമ്പോൾ ആംലെത്ത് അതിനോട് പ്രതികരിക്കാനൊന്നും നിൽക്കുന്നില്ല. ഈ ആളാണ് നമ്മുടെ കഥയുടെ നായകൻ. എന്തായാലും അതിലൊന്നും പങ്കെടുക്കാതെ ആംലെത്ത് പുറത്തേക്ക് വരികയാണ്. നേരത്തെ ആ ഒരു കുട്ടികളെ മുഴുവനായിട്ട് ഒരു വീട്ടിലിട്ട് എന്താ പറയാ അതിന് തീ കൊടുത്തായിരുന്നല്ലോ. ആ വീട് മുഴുവനായിട്ട് കത്തി എരിഞ്ഞിട്ടുണ്ട്. അതെന്തോ ഈ ഗ്രാമവാസികളുടെ ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു. അതിനുള്ളിലായിട്ട് ഇവരുടെ ദൈവത്തിന്റെ ഒരു ശില്പം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ പെട്ടെന്ന് ആംലെത്തിന്റെ മുന്നിലേക്ക് ഒരു സ്ത്രീ വന്നതുപോലെ അവന് തോന്നുകയാണ്. ഒരു ദൈവികമായിട്ടുള്ള രൂപം. അത് അവനോട് സംസാരിക്കുകയാണ്. ചെറുപ്പത്തിൽ നീ ചെയ്ത പ്രതിജ്ഞ അതൊക്കെ നീ മറന്നുപോയോ? നിന്റെ അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്യണം, നിന്റെ അമ്മയെ രക്ഷപ്പെടുത്തണം, അതുപോലെ ഫ്യൂണറിനെ കൊല്ലണം. നീ അതൊക്കെ മറന്നുപോയല്ലേ? പോ, നോർത്ത് സൈഡിലേക്ക് പോ, അവിടെ പോയിട്ട് നീ നിന്റെ പ്രതിജ്ഞ നിറവേറ്റെന്ന് പറയണം. പെട്ടെന്ന് ആ ഒരു രൂപം അവന്റെ മുന്നിൽ നിന്നും ഇല്ലാതാവുന്നുണ്ട്. എന്നാൽ ഈ വന്ന രൂപം അത് സത്യമാണോ അവന്റെ തോന്നലാണോ എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാളോട് പോയിട്ട് ഈ ആംലെത്ത് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നല്ലോ, ഫ്യൂണർ. അയാൾ ഇപ്പൊ എവിടെയുള്ളത്? അയാളുടെ അവസ്ഥ എന്താണ് ഇപ്പോ? ഇപ്പൊ ആംലെത്തിന്റെ ആ ഒരു സുഹൃത്ത് പറയാണ് ഫ്യൂണർ. അയാളുടെ അവസ്ഥ ഭയങ്കര തമാശയാണ്. സ്വന്തം ചേട്ടന്റെ തല വെട്ടി കൊന്നു കളഞ്ഞു. എന്തിനാണെന്നറിയോ? അയാളുടെ രാജ്യവും അയാളുടെ ഭാര്യയും സ്വന്തമാക്കാനായിട്ട്. എന്നാൽ അയാൾ അധികാരത്തിൽ വന്ന് 4 ദിവസം കൊണ്ട് തന്നെ മറ്റൊരു രാജാവ് അങ്ങോട്ടേക്ക് വന്ന് അയാൾ കീഴ്പ്പെടുത്തി അവിടുന്ന് നാട് കടത്തി. ഇപ്പൊ ഈ ഫ്യൂണറും അയാളുടെ ആൾക്കാരും കൂടെ ഏതോ ഒരു ചെറിയ ദ്വീപിലാണ്. അവിടെ ഇപ്പോൾ ഒരു ഇടയനായിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് ശരിക്കും ഇവിടെയുള്ള കുറെ അടിമകളെ കൊണ്ടുപോകുന്നതെന്ന് ആംലെത്തിനോട് ആ ഒരു സുഹൃത്ത് പറയാണ്. അവർ പോകുന്നത് നോർത്ത് സൈഡിലേക്കാണ്. അതായത് ആ ദ്വീപ് നോർത്ത് സൈഡിലാണുള്ളത്. ഇത് കേട്ട സമയത്ത് ആംലെത്തിന് ഇന്നലെ വന്ന ആ ഒരു ശക്തി അവനോട് പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയാണെന്ന് തോന്നുകയാണ്. കാരണം അവന്റെ പ്രതിജ്ഞ അത് നിറവേറ്റണമെങ്കിൽ നോർത്ത് സൈഡിലേക്ക് തന്നെ പോകണം. അങ്ങനെ ഇവിടുന്ന് അടിമകളുമായിട്ട് ചെറിയൊരു ബോട്ട് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ കയറണമെങ്കിൽ അവനൊരു അടിമയാകണം. അതിനുവേണ്ടി അടിമകളുടെ ദേഹത്ത് പഴുപ്പിച്ച കമ്പി വെച്ച് ഒരു മുദ്ര വെക്കും. ആ മുദ്ര അവൻ സ്വയം വെച്ച് നേരെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി നീന്തി ആ കപ്പലിലുള്ളവരറിയാതെ തന്നെ അതിലേക്ക് കയറുകയാണ്. അടിമകളെ പോലെ നിൽക്കുകയാണ്. പിന്നീട് ആ വലിയ സമുദ്രത്തിലൂടെ ഈ ചെറിയ കപ്പൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അർദ്ധരാത്രിയായ സമയത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, ഇടിമിന്നൽ അടിക്കുന്നുണ്ട്, തിരമാലകളെല്ലാം ഭയങ്കര ശക്തിയായിട്ട് ആ ചെറിയ കപ്പലിനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ വെള്ളമുടിയുള്ള ഒരു പെണ്ണ് ആംലെത്തിനെ കാണുകയാണ്. അവനോട് ചോദിക്കുകയാണ്, നീ ഒരു അടിമയല്ല, സത്യം പറ, നീ എന്തിനാണ് ഇതിലേക്ക് വന്ന് കയറിയത്? ഇപ്പൊ ആംലെത്ത് പറയാണ്, എനിക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട്, അതിനു വേണ്ടിയാണ് ഞാൻ ഈ ചെറിയ കപ്പലിൽ കയറിയത്. അതുപോലെ ആ പെൺകുട്ടിയോട് അവളുടെ പേര് ചോദിച്ചപ്പോൾ ഓൾഗ എന്നാണ്. പിന്നീട് ആ ഒരു തിരയിലെല്ലാം പെട്ട് കപ്പൽ ഇളകി മറിയുന്ന സമയത്ത് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ആ രാത്രിയിൽ സർവൈവ് ചെയ്യാണ്. പിന്നീട് ചെറുതായിട്ട് ആംലെത്ത് ഒന്ന് മയങ്ങിയ സമയത്ത് അവൻ ചെറിയൊരു സ്വപ്നം കാണുന്നുണ്ട്. അതായത് ഭാവിയിൽ അവന്റെ വധുവാകാൻ പോകുന്നത് ഇപ്പൊ അവനോട് സംസാരിച്ച വെള്ളമുടിയുള്ള ആ ഒരു പെൺകുട്ടിയാണ് ഓൾഗ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും അവർ ആ ഒരു ദ്വീപിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അവരെ കൊണ്ടുപോകാനായിട്ട് ആ ദ്വീപിലെ രാജാവിന്റെ ചില പടയാളികൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവർ പെട്ടെന്ന് തന്നെ ഈ അടിമകളെ മുഴുവനും വിലങ്ങ് വെക്കുകയാണ്. എന്നിട്ട് അവരുടെ സ്ഥലത്തേക്ക് ഇവരെ വലിച്ചു കൊണ്ടുപോവാണ്. ആ കൂട്ടത്തിലെ ഒരു പട്ടാളക്കാരന് മൂക്കില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായോ ആ പട്ടാളക്കാരൻ ആരാണെന്ന്? ചെറുപ്പത്തിൽ ആംലെത്ത് ഒരുത്തന്റെ മൂക്ക് വെട്ടിക്കളഞ്ഞല്ലേ, അവൻ തന്നെ. എന്തായാലും ഈ പട്ടാളക്കാർ മുഴുവനായിട്ടും അവരുടെ സ്ഥലത്തേക്ക് ഈ അടിമകളെ കൊണ്ടുവരികയാണ് കേട്ടോ. പറഞ്ഞതുപോലെ തന്നെ അവിടെ വെച്ച് ആംലെത്ത് അവന്റെ ശത്രുവിനെ കാണുകയാണ്, അവന്റെ ചെറിയച്ഛനെ ഫ്യൂണറിനെ. എന്നാൽ അയാൾക്ക് ഇവിടെ വലിയ രാജ്യമൊന്നുമില്ല. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പട്ടാളക്കാരും അയാളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ അന്ന് അവന്റെ അമ്മയെ തട്ടിക്കൊണ്ടുവന്നില്ലേ, മിക്കവാറും ആ ഒരു സ്ത്രീ തന്നെ ആയിരിക്കണം. അതായത് ക്വീൻ എലിസബത്ത് ആയിരിക്കണം ഇപ്പൊ ഫ്യൂണറിന്റെ ഭാര്യ. മാത്രമല്ല അന്ന് ആംലെത്തും അവന്റെ അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് ഈ ഫ്യൂണറിന് ചെറിയൊരു മകൻ ഉണ്ടായിരുന്നല്ലോ. ആ മകൻ ഇപ്പോൾ വളർന്ന് വലുതായിരിക്കുകയാണ്. പേര് തൊഴി. അതുപോലെ തന്നെ ഒരു 10 വയസ്സ് പ്രായമുള്ള മറ്റൊരു മകൻ കൂടെ ഈ ഫ്യൂണറിനുണ്ട്. അവന്റെ പേരാണ് എലിയോട്ട്. മക്കളോട് ഭയങ്കര സ്നേഹമുള്ള ആളാണ് ഈ ഫ്യൂണർ കേട്ടോ. എന്തായാലും കൊണ്ടുവന്ന അടിമകളെ ഓരോരുത്തരെയായിട്ടും ഈ ഫ്യൂണർ നോക്കുകയാണ്. ഇപ്പൊ ഫ്യൂണറിനെ നേരിട്ട് തൊട്ടടുത്ത് കണ്ട സമയത്ത് ആംലെത്തിന് അവന്റെ ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല. ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് ഈ പട്ടികളെ പോലെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് ഫ്യൂണർ പറയാണ്, ഇവന് കുറച്ച് കഴപ്പ് കൂടുതലാണ്, ഇവനെ സ്പെഷ്യൽ ആയിട്ട് പൂട്ടിയിട്ടേക്കെന്ന് പറയണം. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആണുങ്ങൾ, അതായത് ആൺ അടിമകൾ പെൺ അടിമകൾ ഓരോരുത്തരെയായിട്ടും ഓരോ സെക്ഷനിൽ
സെക്ഷനിലേക്ക് വിടുകയാണ്. അതായത് അലക്കുന്ന ആൾക്കാർ കിച്ചണിലേക്ക്, ഫാമിലേക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വിടുകയാണ്. ഈ സമയത്താണ് ഫ്യൂണർ ആ കൂട്ടത്തിലെ വെള്ളമുടിയുള്ള ആ ഒരു പെൺകുട്ടിയെ കാണുന്നത്. ഓൾഗ വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു അവൾക്ക്. അതുകൊണ്ട് തന്നെ അവളെ സ്പെഷ്യലായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറയാണ്. അങ്ങനെ അന്നേ ദിവസം രാത്രി ഈ ആണടിമുകളൊക്കെ പൂട്ടിയിട്ടിരിക്കുന്ന ആ ആല കാണിക്കുകയാണ്. ഇപ്പൊ ആംലെത്ത് അവിടെ തന്നെ ഉണ്ട്. അവൻ മുകളിലേക്ക് കുറെ നേരം അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ആള് പറയാണ്, നീ എങ്ങോട്ടേക്ക് നോക്കിയിട്ടും കാര്യമില്ല, ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ തന്നെ ഇതൊരൊറ്റപ്പെട്ട ദ്വീപാണ്, ഇവിടുന്ന് നിനക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ആംലെത്ത് നേരെ ആ ഒരു മച്ചിലേക്ക് കയറി ആ ഒരു ഷെഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. മാത്രമല്ല ഒരു പട്ടാളക്കാരൻ താമസിക്കുന്ന അയാളുടെ ആ ഒരു കുടിലിന്റെ ഭാഗത്തേക്ക് ചെന്ന് അതിന്റെ വിടവിലൂടെ കൈയിട്ട് അയാളുടെ ആയുധം എടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ആ ആയുധം കിട്ടുന്നില്ല. പക്ഷേ അവിടെ തന്നെ ഒരു പ്രത്യേകതരം ലുക്കുള്ള ഒരു നായയെ ആംലെത്ത് കാണുന്നുണ്ട്. അവനെ നോക്കി ആ ഒരു നായ കുരയ്ക്കുകയാണ്. പിന്നീട് അത് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്തായാലും ആംലെത്ത് പിന്നീട് ആ ഒരു ഷെഡിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അതായത് അവന് തയ്യാറാകാൻ വേണ്ടി കുറച്ച് സമയം വേണം. അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കയ്യിൽ ആയുധമില്ല. നല്ലൊരു ആയുധം അവന്റെ കയ്യിലേക്ക് വരുന്നത് വരെ തീർച്ചയായും കാത്തിരിക്കണം. പിന്നീട് പിറ്റേ ദിവസം മുതൽ അവർ പറയുന്ന എല്ലാ ജോലിയും അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ജോലിക്കിടയിൽ രണ്ടുപേര് കിച്ചണിലേക്ക് അലക്കിയ തുണിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഒരാളെ മാറ്റിയിട്ട് ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ആംലെത്തും കൂടെ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. കാരണം ആ ഒരു സ്ഥലത്താണ് അവന്റെ അമ്മയുള്ളത്. അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഉള്ളിലേക്ക് അവൻ പോയത്. എന്നാൽ പോയ സമയത്ത് ആംലെത്ത് കാണുന്നത് അവന്റെ അച്ഛന്റെ അനിയനുണ്ടല്ലോ ഫ്യൂണർ, അയാളുടെ കൂടെ വളരെ സന്തോഷത്തോടു കൂടി ഇരുന്ന് അയാളുടെ മുടി വാരിക്കൊണ്ടിരിക്കുന്ന അവന്റെ അമ്മയാണ്. ഇത് കണ്ട് ആംലെത്ത് ആകെ ഷോക്കായി പോയി. വേഗം ഫാമിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. വല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഓൾഗ വന്ന് ചോദിക്കുകയാണ്, എന്താ പറ്റിയത്? അവിടെ വെച്ച് അമ്മയെ കണ്ട കാര്യം ആംലെത്ത് ഇപ്പോൾ ഓൾഗയോട് പറയാണ്. മാത്രമല്ല അമ്മയ്ക്കൊരു കുഞ്ഞുണ്ട്. ഇപ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് തോന്നുന്നു എല്ലാം സഹിച്ച് അമ്മ ഇവിടെ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അവർ ഇവിടുന്ന് രക്ഷപ്പെടുത്തണം. അങ്ങനെ രാത്രിയായി. ഇപ്പൊ ആംലെത്ത് പുറത്തിറങ്ങിയ സമയത്ത് ഇന്നലെ അവനെ നോക്കി കുരച്ച ആ ഒരു പട്ടിയോ ചെന്നായോ എന്തോ ആണ്, അത് അവന്റെ അരികിലേക്ക് വീണ്ടും വരികയാണ്. അത് പിന്നീട് നടന്നു പോകുന്നുണ്ട്. അതായത് ആംലെത്തിന് തോന്നുകയാണ് ഇത് അവനെ പിന്നാലെ വിളിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ ആ ഒരു നായയുടെ പിന്നാലെ അവൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. കുറെ നേരം പോയപ്പോൾ ഒരു ഗുഹയുടെ അടുത്തേക്കാണ് എത്തുന്നത്. ആ ഗുഹയുടെ ഉള്ളിലേക്ക് ആംലെത്ത് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഈ ഒരു മതഗുരു, ഒരു പുരോഹിതൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അങ്ങോട്ടേക്ക് വന്ന സമയത്ത് ആ പുരോഹിതൻ ആംലെത്തിനെ സ്വീകരിക്കുകയാണ്. വരൂ ഇവിടെ വന്നിരിക്കുക, ഒരു രാജരക്തമല്ലേ. ആ നേരം അത്ഭുതത്തിൽ പുരോഹിതനോട് ആംലെത്ത് ചോദിക്കുകയാണ്, അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? ഈ നേരം പുരോഹിതൻ കയ്യിലുണ്ടായിരുന്ന ഒരു തലയോട്ടി എടുത്ത് അവനക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ തലയോട്ടി മറ്റാരുടേതല്ല, അവന്റെ അച്ഛനുണ്ടല്ലോ, അവന്റെ അച്ഛന്റെ പുരോഹിതനായിരുന്നു ഹെയ്മർ. അന്ന് രാജാവിനെ ഫ്യൂണർ കൊന്ന സമയത്ത് രാജാവുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന എല്ലാവരെയും കൊന്നുകളഞ്ഞു. ആ കൂട്ടത്തിൽ ഹെയ്മറിനെയും അന്ന് ഫ്യൂണർ കൊന്നു. വെറുതെ കൊല്ലുകയല്ല ചെയ്തത്, ആ മനുഷ്യന്റെ 2 കണ്ണും ചുഴന്നെടുത്ത് നാക്ക് വലിച്ചെടുത്ത് അതും മുറിച്ചു കളഞ്ഞ് ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടാണ് ആ മനുഷ്യനെ കൊന്നു കളഞ്ഞത്. എന്നാൽ മരണത്തിന് ശേഷവും ഈ ഹെയ്മർ എന്നോട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ ആംലെത്ത്, നിന്റെ അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാനായിട്ട് നിനക്കിപ്പോ വേണ്ടത് ഒരു ആയുധമാണ്. ഇവിടെ തന്നെ ഒരു ഗുഹയുണ്ട്, ആ ഗുഹയിലേക്ക് നീ ചെന്നാൽ മതി. പണ്ട് മഹാനായ ഒരു വീരൻ, അയാൾ ഉണ്ടാക്കിയ ഒരു വെപ്പൺ ആ ഗുഹയിലുണ്ട്, നീ അത് പോയിട്ട് എടുക്ക്. എന്നിട്ട് നീ നിന്റെ ശത്രുക്കളെ നേരിട്, നിന്റെ പക വീട്ട്. പക്ഷെ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നിനക്ക് ഏറ്റവും രക്ഷയാവുക നിലാവിന്റെ വെളിച്ചമായിരിക്കും. അതുകൊണ്ട് പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ദിവസം മാത്രം നീ അങ്ങോട്ടേക്ക് പോയാൽ മതി എന്ന് പറയണം. അതുപോലെ പുരോഹിതൻ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പാമ്പിനെ ആംലെത്തിന് ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ ആംലെത്തിന്റെ കാൽച്ചുവട്ടിൽ ആ പാമ്പ് വന്ന് വീണ സമയത്ത് അതൊരു കയറായി മാറുകയാണ്. പിന്നീട് ആ കയറുമായിട്ട് ആംലെത്ത് അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. പിന്നീട് ആ ഒരു പുരോഹിതൻ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണ നിലാവുള്ള ഒരു ദിവസം അന്ന് പുരോഹിതൻ കൊടുത്ത ആ ഒരു കയറുമായിട്ട് ഇപ്പൊ ആംലെത്ത് അതിനുള്ളിലേക്ക് ഇറങ്ങുകയാണ്. ഉള്ളിലേക്ക് ഇറങ്ങി നോക്കിയ സമയത്ത് അസ്ഥി പോലെ കിടക്കുന്ന ഒരു യോദ്ധാവിന്റെ ശരീരം കാണുകയാണ്. അയാളുടെ കയ്യിൽ വലിയൊരു വാളുണ്ടായിരുന്നു, നല്ല നീളുണ്ടായിരുന്നു ആ വാളിന്. പതിയെ അങ്ങോട്ടേക്ക് ചെന്ന് ആംലെത്ത് ആ വാൾ എടുക്കാൻ നോക്കിയപ്പോൾ ഈ അസ്ഥിക്ക് ജീവൻ വെക്കുകയാണ്. പെട്ടെന്ന് അത് എഴുന്നേറ്റു ആംലെത്തിനെ അറ്റാക്ക് ചെയ്യാണ്. കയ്യിൽ കിട്ടിയ എല്ലാ സാധനവും വെച്ച് ആംലെത്ത് അതിനെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും അവൻ അതിനെ കൊണ്ട് കഴിയുന്നില്ല. അത്രയും ഭീമാകാരമായിരുന്നു ആ രൂപം. എന്നാൽ പെട്ടെന്ന് നിലാവെളിച്ചുള്ള ഭാഗത്തേക്ക് എത്തിയപ്പോൾ ആ രൂപം അവിടുന്ന് മാറി മാറി നടക്കുകയാണ്. അപ്പൊ ആംലെത്തിന് മനസ്സിലായി ഇതിന്റെ വീക്ക്നെസ് നിലാവിന്റെ വെളിച്ചാണ്. അങ്ങനെ ആ വെളിച്ചത്തിന്റെ മറവ് ഉപയോഗിച്ചുകൊണ്ട് ആംലെത്ത് ആ രൂപത്തിനെ നേരിടുകയാണ് കേട്ടോ. അവസാനം അതിനെ ചവിട്ടി ആ വെളിച്ചത്തിന്റെ നടുവിൽ കൊണ്ടുപോയിട്ട് അതിന്റെ ആ ഒരു വാള് മേടിച്ച് അതിന്റെ തല വെട്ടി മുറിച്ചെടുക്കുകയാണ്. ഈ യുദ്ധം കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ആംലെത്തിന് അവന്റെ സ്വബോധം തിരിച്ചു കിട്ടുന്നത്. അവനിപ്പോൾ ഉള്ളത് ആ രൂപത്തിന്റെ മുന്നിലാണ്. അതിന്റെ കയ്യിൽ നിന്നും ആ ഒരു വാൾ അവന് ഇപ്പൊ എടുക്കുകയാണ്. അത് അനങ്ങുന്നൊന്നുമില്ല, എന്നോ മരിച്ചുപോയ ഒരു മനുഷ്യന്റെ അസ്ഥി മാത്രമാണത്. അതായത് ഇപ്പൊ നടന്ന ആ ഒരു യുദ്ധം അത് വെറും ഒരു ഇല്യൂഷൻ മാത്രമായിരുന്നു, ഒറിജിനൽ അല്ല. പിന്നീട് ആ വാളുമായിട്ട് ആംലെത്ത് ഫ്യൂണറിന്റെ ഫാമിലിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇപ്പൊ ആയുധം അവൻ ഉപയോഗിക്കുന്നില്ല, തൽക്കാലം അതിപ്പോ ഒളിപ്പിച്ചു വെക്കുകയാണ്. അത് ഒളിപ്പിച്ചു വെച്ച് അവന്റെ ആ ഒരു ഷെഡിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന സമയത്ത് ആംലെത്ത് മറ്റൊരു കാര്യം കാണുകയാണ്. അതായത് ഫ്യൂണർ, അയാളും അയാളുടെ ഒരു വേലക്കാരിയും അതുപോലെ തന്നെ അവിടെ മറ്റൊരു പെൺകുട്ടിയും കൂടെ ഉണ്ട്. മറ്റാരുമല്ല, ഓൾഗ തന്നെ. ഇന്ന് രാത്രി ഓൾഗയെ ഇയാൾക്ക് കിട്ടിയേ തീരുള്ളൂ. എന്നാൽ ഓൾഗ അവളുടെ ആ ഒരു വസ്ത്രം തന്നെ പൊന്തിച്ച് കാണിച്ചിട്ട് പറയാണ്, എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ആ രക്തെടുത്ത് ഇയാളുടെ ദേഹത്ത് വരെ അവൾ തേച്ച് അയാൾ ഇവിടെ ഓടിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ. എന്നാൽ ദേഷ്യം വന്ന ഫ്യൂണർ മറ്റേ വേലക്കാരിയോട് പറയാണ്, എനിക്ക് വേണ്ട രീതിയിൽ ഇവളെ നീ തയ്യാറാക്കി നിർത്തിക്കോ, അല്ലെങ്കിൽ അവളെയും കൊല്ലും നിന്നെയും കൊല്ലും. ഇത് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പിറ്റേ ദിവസം രാവിലെ ഫാമിൽ ജോലിക്കായിട്ട് വന്ന ആംലെത്തിന്റെ അടുത്തേക്ക് ഇപ്പോൾ ഓൾഗ വരികയാണ്. ആ ഓൾഗയെ കണ്ടപാടിന് ആംലെത്ത് പറയാണ്, ഇന്നലെ രാത്രി
നടന്നതൊക്കെ ഞാൻ കണ്ടു. അതുപോലെ എനിക്കിപ്പോ ഒരു വെപ്പണും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ തന്നെ ഫ്യൂണറിനെ കൊല്ലില്ല. അയാളെ ഭയം എന്താണെന്ന് ഞാൻ അറിയിപ്പിക്കും. ഇഷ്ടപ്പെടുന്നവർ പോകുമ്പോഴുള്ള ആ ഒരു വേദന അതെന്താണെന്ന് അവൻ അറിയണം. എന്നിട്ടേ ഞാൻ അവനെ കൊല്ലുള്ളൂ. പക്ഷെ എനിക്ക് നിന്റെ സഹായം വേണം ഓൾഗ. എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ഓൾഗയും വിളിച്ച് ആംലത്ത് ഒരു ഷെഡിന്റെ പിന്നിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, ഈ ആൾക്കാർക്കൊക്കെ വട്ട് പിടിക്കുന്നത് പോലെയുള്ള ഒരു എന്താ പറയാ ഒരു രസായനം, ഒരു മദ്യം നീ ഉണ്ടാക്കണം. അത് കഴിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തതൊക്കെ ഉണ്ട് എന്ന് അവർക്ക് തോന്നണം. ആ രീതിയിൽ ഒരു സാധനം നീ ഉണ്ടാക്കണം. സമയമാകുമ്പോൾ നമുക്കത് ചെയ്യാന്ന് ഓൾഗ പറയാണ്. ആ സമയത്താണ് ഇവിടുത്തെ രാജാവായിട്ടുള്ള ഫ്യൂണർ, അയാളുടെ ഭാര്യയായിട്ടുള്ള എലിസബത്ത് എന്ന് പറഞ്ഞാൽ ആംലത്തിന്റെ അമ്മ കൂടിയാണ് കേട്ടോ. അവരും അവരുടെ മക്കളായിട്ടുള്ള തോറിൻ, അതുപോലെ തന്നെ രണ്ടാമത്തെ മകനായിട്ടുള്ള എലിയോട്ട്, ഇവരെല്ലാവരും ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. എന്തോ ഒരു മാച്ച് നടക്കാൻ പോവാണ്. എന്നാൽ ഇവിടെ നിന്നും പോവേണ്ട ടീമിൽ ഒരാളുടെ കുറവുണ്ട്. സോ അതുകൊണ്ട് ആംലത്തിന്റെ അടുത്തേക്ക് ഈ ഫ്യൂണറിന്റെ മൂത്ത മകനുണ്ടല്ലോ തോറിൻ, ഇവൻ വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് അത്യാവശ്യം ഫൈറ്റ് ചെയ്യാൻ അറിയോ? അറിയെങ്കിൽ ഞങ്ങളുടെ കൂടെ വാന്ന് പറയാണ്. അങ്ങനെ ആ ഒരു മത്സരം നടക്കുന്ന ഭാഗത്തേക്ക് ഇവരെത്തിയിട്ടുണ്ട്. ഈ ഫ്യൂണറിന്റെ ടീമും അതുപോലെ തന്നെ ഇതുപോലുള്ള മറ്റൊരു ചെറിയ ഗോത്രതലവന്റെ ടീമും, ഇവർ രണ്ടുപേരും തമ്മിലാണ് മത്സരം. മത്സരം എന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തായിട്ട് 5 തൂണുകളുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും 5 പേരടങ്ങുന്ന ഒരു ടീമാണ്. ഇവർക്ക് മരത്തിന്റെ ഒരു ബോൾ കൊടുക്കും, അതുപോലെ തന്നെ മരത്തിന്റെ ഒരു വടിയും. അപ്പൊ ഈ വടി വെച്ച് ഈ ബോളിനടിച്ച് ആ മരത്തിൽ അത് തട്ടിക്കണം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വടി വെച്ച് ഓപ്പോസിറ്റ് ഉള്ള ആളെ തല്ലാം, കൊല്ലാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ആ ഒരു ഗെയിം ആരംഭിക്കുകയാണ്. കാണുന്നവർക്ക് ഭയങ്കരമായിട്ട് ത്രില്ല് തോന്നുന്നുണ്ട്. പ്രധാനമായിട്ടും ഫ്യൂണറിന്റെ ഇളയ മകനായിട്ടുള്ള എലിയോട്ട് ഈ ഗെയിം കാണുമ്പോൾ അവന് ഭയങ്കര ആവേശം തോന്നുകയാണ് കേട്ടോ. എന്നാൽ ഈ ഗെയിമിൽ തോറ്റുകൊണ്ടിരിക്കുന്നത് ഫ്യൂണറിന്റെ ടീമാണ്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു ടീമിൽ ഗടാഗടിയനായുള്ള ഒരുത്തനുണ്ട്. അവനോട് മുട്ടി നിൽക്കാൻ ആരെ കൊണ്ടും പറ്റുന്നില്ല കേട്ടോ. അവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നവനൊക്കെ അടിച്ചിടുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആംലത്തും അത്ര മോശമൊന്നും ആയിരുന്നില്ല കേട്ടോ. നന്നായിട്ട് തന്നെ ഗെയിം കളിക്കുകയാണ്. അങ്ങനെ ആ ഗെയിമിന്റെ അവസാനം ഈ വലിയ ആജാനുഭവവും ആംലത്തും മാത്രം ബാക്കിയായി. രണ്ടുപേരും തമ്മിൽ ശരിക്കും ഏറ്റുമുട്ടണം. അതിൽ ജയിക്കുന്നത് ആരാണോ അയാൾ ഈ ഗെയിമിൽ ജയിക്കും. എന്തായാലും ബോൾ മേലേക്ക് ഇട്ടു. താഴേക്ക് വന്ന് വീണ സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുകയാണ്. ആ നേരത്തെ ആംലത്ത് ആ ഒരു ബോൾ എടുത്ത് ഒരൊറ്റ അടി അടിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഈ ഒരു ഗെയിം, ഈ ഒരു മത്സരം കണ്ട് സ്പിരിറ്റ് കയറിയ നമ്മുടെ എലിയോട്ടുണ്ടല്ലോ, അവൻ ഓടി വന്ന് ആ ബോൾ എടുത്ത് അത് അപ്പുറത്തുള്ള ആ ഒരു മരത്തിലേക്ക് എറിയാൻ നോക്കുമ്പോൾ അവന്റെ പിന്നാലെ വന്ന ആ വലിയ മനുഷ്യനുണ്ടല്ലോ, അത് ഈ ചെറിയ കുട്ടിയെ തട്ടിയിടുകയാണ്. എന്നിട്ട് അതൊരു കുട്ടിയാന്ന് പോലും നോക്കാതെ അവന്റെ തലക്കിട്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വടി വെച്ച് അടിക്കാൻ നിൽക്കുമ്പോൾ ഒരു പ്രാന്തനെ പോലെ ആംലത്ത് അങ്ങോട്ടേക്ക് പാഞ്ഞു വന്ന് ഇയാൾ അടിച്ചു തെറിപ്പിക്കുകയാണ്. പിന്നീട് ഇയാളുടെ തല പിടിച്ച് ആംലത്ത് അവന്റെ തല കൊണ്ട് ആറഞ്ചം പുറച്ചിട്ട് വെട്ടുകയാണ് കേട്ടോ. അതായത് ഇപ്പോഴാണ് ശരിക്കും ആംലത്ത് ഒരു ഒറിജിനൽ കാട്ടാളൻ വൈക്കിംഗ് ആയിരിക്കുന്നത്. എന്തായാലും എലിയോട്ടിനെ രക്ഷപ്പെടുത്തിയത് ആംലത്ത് ആണല്ലോ. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം അവിടെ നടന്ന ആ ഒരു പാർട്ടിയിൽ ആംലത്തിനെ കാണാനായിട്ട് ഫ്യൂണറിന്റെ മൂത്ത മകനായിട്ടുള്ള തോറിൻ വരികയാണ്. തോറിൻ വന്നിട്ട് പറയാണ്, നാളെ മുതൽ നീ അടിമപ്പണിയൊന്നും ചെയ്യണ്ട, പകരം ആ അടിമകളെ കൊണ്ട് നീ ജോലി എടുപ്പിച്ചാൽ മതി. എന്റെ അനിയനെ നീ രക്ഷപ്പെടുത്തിയതല്ലേ, ആ ഒരു കടപ്പാട് എന്തായാലും എനിക്ക് നിന്നോടുണ്ട് എന്ന് കരുതി നീ ഞങ്ങളുടെ അടിമയല്ലാതാകുമൊന്നുമില്ല കേട്ടോ. അടിമ തന്നെയാണ്, ആ നില മറക്കരുത്. പിന്നെ മറ്റാ ഒരു പെണ്ണുണ്ടല്ലോ ഓൾഗ, അവളുടെ മേത്ത് നിനക്കൊരു കണ്ണുണ്ട്, അതെനിക്കറിയാം. ഒരു കാര്യം ചെയ്യ്, ഈ രാത്രി നീ അവളുടെ കൂടെ പൊയ്ക്കോന്ന് പറയാണ്. ഒരു ഔദാര്യം പോലെ ആംലത്തിന്റെ കൂടെ ഇപ്പോൾ ഓൾഗയെ അയക്കുകയാണ് കേട്ടോ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാട്ടിലേക്ക് ചെന്ന് രണ്ടുപേരും കുറച്ചു നേരം പ്രണയിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും അവർ ഒരുമിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ആ ഒരു രാത്രി എല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസമായി. ഇന്നു മുതൽ ഫാമിൽ ആംലത്ത് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള അടിമകളെ കൊണ്ട് അവൻ ജോലി എടുപ്പിച്ചാൽ മാത്രം മതി. അത് അവന് കിട്ടിയ ഒരു പരിഗണനയാണ്. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു പോകുന്നുണ്ട്. ആംലത്ത് നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് രാത്രി ചില ചടങ്ങുകൾ ചെയ്യാനായിട്ട് അവരുടെ ഈ ഒരു അമ്പലം പോലെ ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ വന്ന് എല്ലാ ജോലിയും ആംലത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് രാത്രിയായി എല്ലാവരും അവരുടേതായ ആ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ ആംലത്ത് അവൻ ഒളിപ്പിച്ചു വെച്ച ആ വാളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പട്ടാളക്കാരൊക്കെ 3-4 പേരായിട്ട് ഓരോ കുടിലാണ് താമസം. അങ്ങനെ ഒരു കുടിലേക്ക് ആംലത്ത് ഇപ്പോൾ ചെന്ന് കയറുകയാണ്. പിന്നീട് കേൾക്കുന്നത് ആ 3-4 പേരുടെ നിലവിളി മാത്രമാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെയായി. ഫ്യൂണറിന്റെ മൂത്ത മകൻ തോറിൻ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് കൂടി ചെല്ലുകയാണ്. അവന് ഒരു കാര്യം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഈ കരച്ചിലെല്ലാം കേട്ട് അങ്ങോട്ടേക്ക് ഫ്യൂണറും അതുപോലെ തന്നെ എലിസബത്തും എല്ലാവരും ഓടി വരുന്നുണ്ട്. വന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, ഈ ആംലത്തിന്റെ ഒരു 3 കൂട്ടുകാരുണ്ട്. ഇവരെ എന്താ പറയാ, പോത്തിനെയൊക്കെ വെട്ടില്ലേ അതുപോലെ വെട്ടി ഒരു പ്രത്യേക രീതിയിൽ ഒരു ഷേപ്പില് ഇങ്ങനെ മാല പോലെ കോർത്തിട്ടിരിക്കുകയാണ്. ആര് കണ്ടാലും ഒന്ന് ഞെട്ടിപ്പോം. അമ്മാതിരി വെട്ടിയിരിക്കുന്നത്. അപ്പൊ അവന്റെ ആ ഒരു സങ്കടവും ഭ്രാന്തമായ കരച്ചിലും ഇതെല്ലാം കണ്ട് ഫ്യൂണർ അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ പിടിച്ചു നിർത്തുകയാണ്. ഒന്നടങ്ങ്, ഇതാര് ചെയ്തതാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോ ഈ തോറിൻ പറയാണ്, ഇത് ചെയ്തത് അടിമകളായിരിക്കും. ആരായാലും എനിക്ക് അവന് ജീവനോടെ എന്റെ കയ്യിൽ കിട്ടണമെന്ന് പറയാണ്. ഈ സമയത്താണ് ഇവരുടെ കൂട്ടത്തിലെ പുരോഹിതിയായിട്ടുള്ള ഒരു ലേഡി, കുറച്ച് പ്രായമായിട്ടുള്ള സ്ത്രീയാണ്, അവരങ്ങോട്ടേക്ക് വരുന്നത്. അവര് ചുറ്റും ആ ഒരു ശവശരീരങ്ങളെ നോക്കി നടക്കുകയാണ്. അത് നോക്കി കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്നുണ്ട്, ഇത് ചെയ്തത് ഇവിടെയുള്ള അടിമകളല്ല. ഈ മുറിവുകൾ കണ്ടാൽ അറിയാം വളരെ മൂർച്ച കൂടിയ ഏതോ ആയുധം ഉപയോഗിച്ചാണ് ഇവരെ വെട്ടിയിരിക്കുന്നത്. ഇതേതോ ഒരു പിശാച് ചെയ്ത പണിയാണ്. ഒരു മനുഷ്യനും ഇതുപോലെ വെട്ടി മുറിക്കാൻ കഴിയില്ല എന്ന് പറയാണ്. അതായത് അത്രയും മൂർച്ചയുള്ള വാളാണ് ഹാംലത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ പരിപാടി നടത്തിയത്. അതുകൊണ്ടാണ് പുരോഹിതിയായിട്ടുള്ള ആ ഒരു സ്ത്രീ ഈ മുറിവുകളെല്ലാം കണ്ടപ്പോൾ പറഞ്ഞത് ഇതൊരു ചെകുത്താനാണ് ചെയ്തതെന്ന്. അപ്പൊ അതിന് പരിഹാരമായിട്ട് ഇന്ന് രാത്രി ഞാനൊരു ബലി അത് നടത്താൻ വേണ്ടി പോവാണ്. അങ്ങനെ രാത്രി ഇവരുടെ ആ ഒരു പൂജാമുറി കാണിക്കുകയാണ്. അതായത്
അതായത് ബലി കൊടുക്കാൻ പോകുന്നത് ഒരു ആടിനെയോ മാടിനെയോ ഒന്നുമല്ല, ഒരു പെൺകുട്ടിയാണ്. ഒരു പ്രത്യേക രീതിയിൽ അവളെ അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. പിന്നീട് ബലി നൽകാനായിട്ട് ആ പുരോഹിതയും അവരുടെ കൂടെ തന്നെ ഒരു കാവൽക്കാരനും വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇതിനെ ആംലത്തിന് തടുത്തേ മതിയാവുള്ളൂ. അതിനായിട്ട് ആംലത്ത് എന്താ ചെയ്യുന്നത്, ഈ നായകളുണ്ടല്ലോ അത് കുരക്കുന്നത് പോലെ കുരച്ച് അവിടെ ഉണ്ടായിരുന്ന നായ്ക്കളെ മുഴുവനായിട്ടും അവൻ കൺട്രോൾ ചെയ്യുകയാണ്. മാത്രമല്ല ആ ശബ്ദം കേട്ട് ഇപ്പോ ഫ്യൂണറിന്റെ കൂടെ വരെ ഉണ്ടായിരുന്ന നായ അതിനെന്തോ ഒരുമാതിരി പേ പിടിച്ചതുപോലെ ആവുകയാണ്. ഫ്യൂണർ എത്ര അടക്കി നിർത്താൻ നോക്കിയിട്ടും ആ നായെ പിടിക്കാൻ പറ്റുന്നില്ല. അതിപ്പോ ഫ്യൂണറിനെ തന്നെ കടിക്കാൻ വരികയാണ്. അവസാനം അതിനെ ഇപ്പോൾ കുത്തി കൊന്നു കളയുന്നുണ്ട്. പിന്നീട് എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ നായ്ക്കളിലായിരുന്നു. കാരണം അസ്വാഭാവികമായിട്ട് ഇതെല്ലാം കുരച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്ത് പൂജ നടക്കുന്ന ആ റൂമിലേക്ക് ആംലത്ത് പോവാണ്. അവിടെ വെച്ച് അവൻ എന്ത് ചെയ്തു എന്നറിയില്ല. പക്ഷേ ബലി കൊടുക്കാനായിട്ട് ആ ഒരു പുരോഹിത അവര് കൊണ്ടുപോയ ആ ഒരു പെൺകുട്ടിയെ സേഫ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാണ്. കുറച്ചു കഴിഞ്ഞ് പൂജാ റൂമിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് രാജാവും ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി ചെന്ന് നോക്കുമ്പോൾ ഒരു പീഠത്തിലായിട്ട് ആ ഒരു പുരോഹിതയെ കെട്ടിവെച്ചിട്ടുണ്ട്. അവരുടെ മുകളിലായിട്ട് തലകീഴായിട്ട് പൂർണ്ണ നഗ്നമായ ഒരു മനുഷ്യനും അവന്റെ കാലിന്റെ ഇട മുതൽ താഴെ വരെ വാളുകൊണ്ട് നീളത്തിൽ കയറിയിരിക്കുകയാണ്. അതിലൂടെ രക്തം കൊളകൊളാന്ന് എന്റെ താഴേക്ക് ഒഴുകുന്നുണ്ട്. അത് ആ സ്ത്രീയുടെ ദേഹത്തേക്കാവുകയാണ്. ഇതുകൂടെ കണ്ട സമയത്ത് എല്ലാവരും പേടിച്ച് വിറക്കുകയാണ്. കാരണം ഇത് ചെയ്യുന്നത് ഒരു ചെകുത്താനാണ്, ഒരു ഡീമണാണ്. ഒരു പുരോഹിതയെ വരെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആ ചെകുത്താൻ അത്രയും ശക്തിയുള്ളതായിരിക്കണം. ഇവരെല്ലാവരും ഈ രീതിയിലാണ് വിശ്വസിക്കുന്നത് കേട്ടോ. എന്നാൽ പിറ്റേ ദിവസം രാത്രി ആയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാർക്ക് കുടിക്കാൻ കൊടുത്ത വെള്ളത്തിൽ ഓൾഗ ഉണ്ടാക്കിയ ആ ഒരു പ്രത്യേകതരം മിശ്രിതം ആംലത്ത് ചേർക്കുകയാണ്. അതുപോലെ ചെകുത്താൻ രാത്രി വന്നാൽ അതിനെ പിടിക്കാനായിട്ട് എല്ലാ കാവൽക്കാരും നിൽക്കുന്നുണ്ടല്ലോ, ഇവർക്കാണ് ഇത് കൊടുക്കുന്നത്. ഇത് കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഹാലൂസിനേഷൻ ഒക്കെ ഇവർക്ക് വരുന്നുണ്ട്. അവർക്ക് ചുറ്റും എന്തോ ഉള്ളതുപോലെ തോന്നുകയാണ്. ചില ആൾക്കാരൊക്കെ അവരുടെ കത്തി കൊണ്ട് സ്വയം കുത്തി മരിക്കുകയാണ്. ഇതിനിടയിലൂടെ നൈസായിട്ട് പോയിട്ട് ആംലത്ത് 2-3 എണ്ണത്തിനെ കാച്ചുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ചെറുപ്പത്തിൽ അവനെ കൊല്ലാൻ നോക്കിയ ആ പട്ടാളക്കാരനുണ്ടല്ലോ, അവൻ തന്നെ മൂക്ക് വെട്ടിയെടുത്ത ആ ഒരു പട്ടാളക്കാരൻ അയാളെ ഇപ്പൊ നൈസായിട്ട് നല്ല തഞ്ചത്തിൽ കെട്ടിയിട്ടുണ്ട്. അയാളുടെ മൂക്കിന്റെ ആ ഒരു ഭാഗത്തേക്ക് കത്തിയിട്ട് ചെറുതായിട്ടൊന്ന് കറക്കി. കത്തിയല്ല, അവന്റെ കയ്യിലുള്ള ആ ഒരു വാള്. അത് അവസാനം അതിലേക്ക് പതിയെ അങ്ങോട്ട് കയറ്റി കൊടുക്കുകയാണ്. അവനെയും അവിടെ വെച്ച് ആംലത്ത് തീർക്കുന്നുണ്ട്. പിന്നീട് അന്ന് രാത്രി ആംലത്ത് നേരെ പോകുന്നത് അവന്റെ അമ്മയുണ്ടല്ലോ എലിസബത്ത്, അവരുടെ മുറിയിലേക്കാണ്. പതിയെ അങ്ങോട്ടേക്ക് ചെന്ന ആംലത്ത് അവരുടെ കഴുത്തിൽ കത്തി വെക്കുകയാണ്. ഇപ്പൊ ആംലത്ത് എലിസബത്തിനോട് പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ മറ്റാരുമല്ല, നിങ്ങളുടെ മകനാണ് എന്ന് പറഞ്ഞപ്പോ തന്നെ എലിസബത്ത് പറയാണ്, ആംലത്ത് നീയാണോ? അതെ അമ്മേ, ഞാൻ തന്നെയാണ്. ഇപ്പൊ കഴുത്തിലുണ്ടായിരുന്ന അവന്റെ അച്ഛൻ അന്ന് ഇട്ടുകൊടുത്ത ആ ഒരു ചെറിയ ചെയിൻ ഉണ്ടല്ലോ അത് കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് ആംലത്തിനോട് എലിസബത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ആംലത്ത് പറയാണ്, അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയാം എലിയോട്ട് അവനുള്ളത് കൊണ്ടാണ് അമ്മ ഇവിടെ സഹിച്ചു നിൽക്കുന്നതെന്ന്. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുത്താന്ന് പറയാണ്. എന്നാൽ ഇതേ നേരത്ത് തന്നെ ആംലറ്റിനെ ഷോക്ക് ആക്കിക്കുന്നത് പോലെ ഒരു കാര്യം ഇപ്പോൾ ഈ എലിസബത്ത് പറയുന്നുണ്ട്. നീ എന്താ ഈ പറയുന്നത്? നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഫ്യൂണറിന്റെ കൂടെയല്ല, നിന്റെ അച്ഛന്റെ കൂടെയായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നത്. ഒരു താല്പര്യമില്ലാതെ. നിനക്കറിയോ, ഞാനൊരു അടിമയാണ്. പിന്നീട് നെഞ്ചിലുണ്ടായിരുന്ന ആ ഒരു സീല് വരെ എലിസബത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അടിമയായിട്ട് അയാളുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന എന്നെ എന്റെ പെർമിഷൻ പോലും ഇല്ലാതെ അയാൾ എന്നെ റേപ്പ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഗർഭിണിയായത്. പിന്നീട് ഞാൻ പ്രസവിച്ചു. ആ പ്രസവത്തിൽ ഉണ്ടായതാണ് നീ ഒരു ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ എന്നെ ഭാര്യയായിട്ട് അയാൾ കണക്കാക്കി. സത്യം പറഞ്ഞാൽ എന്നോട് അയാൾക്ക് യാതൊരു രീതിയിലും പ്രണയമോ ഒന്നും ഉണ്ടായിരുന്നില്ല, കാമം മാത്രമായിരുന്നു. പക്ഷേ നിന്റെ ചെറിയച്ഛൻ ഫ്യൂണർ അങ്ങനെയല്ല. എന്നെ ഒരു മഹാറാണിയെ പോലെയാണ് ഇവിടെ നോക്കുന്നതും അതുപോലെ തന്നെ എന്നെ പരിചരിക്കുന്നതും. ആ മനുഷ്യന് എന്നോട് പ്രണയമുണ്ട്. അതുപോലെ നിനക്കൊരു കാര്യം അറിയോ, നിന്റെ അച്ഛനെ കൊല്ലാൻ പറഞ്ഞത് അത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. നിന്റെ അച്ഛന്റെ ഭാര്യയായി ജീവിച്ച് മടുത്തിട്ടാണ് ഞാനത് പറഞ്ഞത്. യുദ്ധത്തിന് പോയി മുറിവുമായിട്ട് തിരിച്ചു വന്ന നിന്റെ അച്ഛൻ വളരെ വീക്കായത് മനസ്സിലാക്കി നിന്റെ ചെറിയച്ഛൻ ഫ്യൂണറിന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടാണ് നിന്റെ അച്ഛനെ കൊല്ലാമെന്ന് അയാൾ സമ്മതിച്ചത്. അതുപോലെ തന്നെ ഇതിനെല്ലാത്തിനും പകരം വീട്ടാനായിട്ട് എന്നെങ്കിലും ഒരിക്കൽ നീയും തിരിച്ചു വരുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ തല വെട്ടാൻ ഞാനന്ന് ഓർഡർ കൊടുത്തത്. സ്വന്തം മകനെ തന്നെ കൊല്ലാൻ ഓർഡർ കൊടുത്ത ഒരു വല്ലാത്ത ജാതി അമ്മ എന്നല്ലേ. ഇത് കേട്ട് ഞെട്ടിത്തരിച്ച് കാലുകൾ ഇടറിപ്പോയി ആംലത്ത് പിന്നിലേക്ക് വീഴുകയാണ് കേട്ടോ. അവൻ പറയുന്നുണ്ട്, അല്ല നിങ്ങൾ നുണ പറയാണ്. നിങ്ങൾക്ക് ഫ്യൂണറിനോട് വെറുപ്പായിരുന്നു, അതുകൊണ്ടല്ലേ അന്ന് നിങ്ങൾ എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് അലറി കരഞ്ഞിരുന്നത്. ചെറിയ കുട്ടിയായിരിക്കുന്ന ആംലത്ത് ആ വീടിനടിയിൽ വെച്ച് അത് കണ്ടതാണ് അവന്റെ അമ്മ കരയുന്നത്. എന്നാൽ എലിസബത്ത് പറയാണ്, ഞാനന്ന് കരയായിരുന്നില്ല, ഞാൻ പൊട്ടിച്ചിരിക്കുകയായിരുന്നടാ. ശരിക്കും ഇതെല്ലാം കേട്ടപ്പോൾ ആംലത്ത് ആകെ തകർന്നു പോവാണ് കേട്ടോ. കാരണം അവന്റെ അമ്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നു, അച്ഛന് വേണ്ടി പ്രതികാരം വീട്ടാനായിട്ട് വന്നു. എന്നാൽ എല്ലാത്തിന് പിന്നിൽ മറ്റൊരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ശരിക്കും തകർന്നു പോവാണ് അവന്. ആ ഒരു പ്രാന്തിൽ അവൻ നേരെ ചെല്ലുന്നത് ഫ്യൂണറിന്റെ മൂത്ത മകനുണ്ടല്ലോ തോറിൻ, അവന്റെ മുറിയിലേക്കാണ്. കയ്യിലുണ്ടായിരുന്ന ആ വലിയ വാള് അവന്റെ നെഞ്ചിലേക്ക് കുത്തി കയറ്റുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് തന്റെ മൂത്ത മകൻ മരിച്ചു എന്നുള്ള കാര്യം ഫ്യൂണർ അറിയുന്നത്. അവന്റെ ആ ഒരു ബോഡി അരികിൽ വെച്ച് ആ മനുഷ്യൻ നിലവിളിച്ച് കരയുന്നുണ്ട്. അതിനേക്കാൾ ഫ്യൂണറിനെ വേദനിപ്പിച്ചത് മൂത്ത മകൻ മരണപ്പെട്ട് കിടക്കാണ്. അവന്റെ ശവത്തിൽ അതിനുള്ളിൽ ഹൃദയം ഉണ്ടായിരുന്നില്ല. ഇവന്റെ ബോഡി നല്ല രീതിയിൽ സംസ്കരിച്ച് അടക്കം ചെയ്യണമെങ്കിൽ ആ ഹൃദയം നിർബന്ധമാണ് കേട്ടോ. സോ അതിന്റെ ഉള്ളിൽ ആ ഒരു ഹൃദയം കാണാത്തത് കൊണ്ട് ഈ മനുഷ്യൻ അച്ഛൻ എന്ന രീതിയിൽ ഒരുപാട് വേദനിക്കുകയാണ്. ഏത് ചെകുത്താനാണ് ഈ രീതിയിൽ ഒരു മനുഷ്യനെ കൊല്ലാന്ന് പറഞ്ഞിട്ട് ഇയാൾ നെഞ്ചത്തടിച്ച് കരയുന്ന സമയത്ത് ഈ എലിസബത്ത് വന്നിട്ട് ഫ്യൂണറിനോട് പറയാണ്, ഇതൊരു ചെകുത്താനോ ഡീമണോ ഒന്നുമല്ല, അവനാണ് എന്റെ മകൻ ആംലത്ത്. ചെറുപ്പത്തിൽ നിങ്ങൾ കൊന്നു എന്ന് പറഞ്ഞ എന്റെ മകനുണ്ടല്ലോ, അവൻ തന്നെ പ്രതികാരത്തിനായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. പോയി അവനെ കണ്ടുപിടിക്കുക, കിട്ടിക്കഴിഞ്ഞാൽ കൊന്നേക്കെന്ന് പറയാണ്. എന്തായാലും ആകെ പ്രാന്ത് പിടിച്ചു നിൽക്കുന്ന
ഫ്യൂണർ എല്ലാ അടിമകളെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. പിന്നീട് ആംലത്തിനോട് അടുപ്പമുള്ള എല്ലാ അടിമകളെയും കഴുത്തറുത്ത് കൊല്ലുന്നുണ്ട്. ഇപ്പോൾ ഓൾഗയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവളുടെ കഴുത്തിലും കത്തി വെച്ച് നിൽക്കുകയാണ്. അവളോട് പറയാണ് എവിടെ അവൻ. ഈ സമയത്ത് ആ ഒരു കുന്നിൻ ചെരുവിൽ നിന്നും നമ്മുടെ ആംലത്ത് ഉറക്കനെ അലറി വിളിക്കുന്നുണ്ട്. ഫ്യൂണറിനെ വിളിക്കുന്നത്, ഫ്യൂണർ നിനക്ക് നിന്റെ മകന്റെ ഹൃദയം വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഓൾഗയെ വെറുതെ വിട്. അവളെ വിട്ട് കഴിഞ്ഞാൽ ദാ എന്റെ കയ്യിൽ കാണുന്ന ഈ കിഴിയിൽ നിന്റെ മകൻ തോറിന്റെ ഹൃദയമുണ്ട്, അത് ഞാൻ തരാന്ന് പറയാണ്. എന്നാൽ ഇത് കണ്ട സമയത്ത് ഫ്യൂണറിന് കോപം അടക്കാൻ കഴിയുന്നില്ല. ഇയാളും ഇയാളുടെ പട്ടാളക്കാരും കൂടെ നേരെ തോറിനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. എന്നാൽ തോറിന് ആ ഒരു വാൾ ഉപയോഗിക്കാതെ എല്ലാത്തിനെയും അടിച്ച് വീഴ്ത്താൻ നോക്കുകയാണ്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ ആംലത്തിന് ഒന്നും ചെയ്യാൻ പറ്റാതെയായി. അവൻ കീഴടങ്ങി. ഈ സമയത്ത് കൈകൊണ്ട് ആംലത്ത് ഓൾഗയോട് കാണിക്കുന്നുണ്ട് രക്ഷപ്പെട്ടോ എന്ന്. ഓൾഗ വേഗം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. പിന്നീട് ആംലത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സഞ്ചി, അതിനുള്ളിലാണല്ലോ തോറിന്റെ ഹൃദയം ഉള്ളത്, അതിപ്പോ ഈ ഫ്യൂണർ എടുക്കുകയാണ്. ഇപ്പൊ അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് ആംലത്ത് പറയാണ്, നിങ്ങളുടെ മകന്റെ ഹൃദയം തന്നെയാണ് ഇതെന്ന് എന്താ ഉറപ്പ്? ഞാൻ വല്ല മാനിനെയോ പട്ടിയോ ചെന്നായിയോ വന്ന് അതിന്റെ ഹൃദയമാണെങ്കിലോ ഇതിൽ വെച്ചത്. ഇത് പറഞ്ഞ് ആംലത്ത് ചിരിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഫ്യൂണറിന് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ആലയിലേക്ക് ഇപ്പോൾ ആംലത്തിനെ കൊണ്ടുപോയി കെട്ടിയിട്ടു. ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. കണ്ണ് വരെ പുറത്തേക്ക് തള്ളുന്ന രീതിയിലുള്ള അടിച്ചടിച്ച് അവസാനം ഫ്യൂണർ ചോദിക്കുന്നുണ്ട്, എവിടെ എന്റെ മകന്റെ ഹൃദയം എവിടെ? എന്നാൽ ആംലത്ത് ചിരിക്കുകയല്ലാതെ പറയുന്നില്ല. ഇപ്പൊ ഫ്യൂണർ പറയാണ്, നിനക്ക് രാത്രി ആവട്ടെ, എന്റെ മകന്റെ ചടങ്ങ് കഴിയാണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് വരും. നരകം എന്താണെന്ന് ഞാൻ നിന്നെ കാണിക്കും. പിന്നീട് അവിടുന്ന് എല്ലാവരും പോവാണ്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് കാക്കകൾ അങ്ങോട്ടേക്ക് വരികയാണ്. അത് പതിയെ ആംലത്തിനെ കെട്ടിയിട്ട് ആ ഒരു കയറിൽ കൊത്താൻ തുടങ്ങുന്നുണ്ട്. പിന്നീട് കാക്കകളുടെ എണ്ണം കൂടി വന്നു. 4-5 പിന്നീട് അത് കുറേയായി. എല്ലാം കൂടെ കൊത്തി അവസാനം ആ ഒരു കയറ് പൊട്ടിച്ചു കളയാണ്. ആംലത്ത് താഴേക്ക് വീഴുന്നുണ്ട്. ആ നേരത്ത് അവിടെ ഒരു രൂപം നിൽക്കുന്നത് പോലെ ആംലത്തിന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ ഫ്യൂണർ അയാളുടെ മകനായിട്ടുള്ള തോറിന്റെ ശവസംസ്കാര ചടങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചടങ്ങിന് വേണ്ടി തോറിന് ഉപയോഗിച്ച കുതിരയുടെ കഴുത്ത് വരെ വെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ തോറിന്റെ ഭാര്യ, ഒരു പാവം പെൺകുട്ടി, അവളും ഈ ഒരു ചടങ്ങിന്റെ ഭാഗമാവുകയാണ്. ഭർത്താവ് മരിച്ചതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു ഗോത്രത്തിന്റെ നിയമം അനുസരിച്ച് അവളെയും കൊന്നുകളയണം. അപ്പൊ ചടങ്ങിനിടയിൽ അവളുടെ നെഞ്ചിലേക്കും കത്തി കയറ്റി അവളെ കൊന്നുകളയുന്നുണ്ട്. അങ്ങനെ ആ ചടങ്ങ് പൂർണ്ണമായിട്ടും കഴിഞ്ഞതിന് ശേഷം ആംലത്തിനുള്ള ശിക്ഷ കൊടുക്കാനായിട്ട് ഇവർ നേരെ ആലയിലേക്ക് ചെന്ന് നോക്കുകയാണ്. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആംലത്ത് രക്ഷപ്പെട്ടു. ഒരു കുതിരയിൽ വന്ന ഏതോ ഒരു ദേവത, ആ ദേവതയെ അതൊന്ന് ആംലത്തിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. അവനെയും കൊണ്ട് ആകാശത്തിലൂടെ പറന്നു പോകുന്നതായിട്ട് ആംലത്തിന് തോന്നുകയാണ്. എന്നാൽ അത് വെറൊരു തോന്നലായിരുന്നു. ശരിക്കും അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് മറ്റാരുമല്ല, ഓൾഗയായിരുന്നു. പിറ്റേന്ന് രാവിലെ ആയ സമയത്താണ് ആംലത്തിന് അവന്റെ ബോധം തിരിച്ചു കിട്ടുന്നത് കേട്ടോ. അവന് വേണ്ട വെള്ളവും ഭക്ഷണവും ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഓൾഗ പറയാണ്, പോരെ നിന്റെ പ്രതികാരമൊക്കെ നിർത്തിക്കൂടെ? ഒരർത്ഥമില്ലാത്ത പ്രതികാരമല്ലേ നിന്റേത്? നിന്റെ അമ്മേനെ രക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് ഇവിടുന്ന് പോകാം, നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് സുഖമായിട്ട് ജീവിക്കാന്ന് പറയാണ്. എന്തായാലും ഓൾഗ പറഞ്ഞ ആ ഒരു കാര്യം ആംലത്ത് സ്വീകരിക്കുകയാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ഒരു തോണി, അത് ഉപയോഗിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാനാണ് അവരുടെ പദ്ധതി. മാത്രമല്ല ഈ യാത്രയിൽ ആംലത്ത് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. ഓൾഗ അവൾ പ്രഗ്നന്റ് ആണ്. ഉൾക്കാഴ്ചയിലൂടെ മറ്റൊരു കാര്യം കൂടെ ഇപ്പൊ ആംലത്ത് അറിയുന്നുണ്ട്. ജനിക്കാൻ പോകുന്നത് 1 അല്ല 2 കുഞ്ഞുങ്ങളാണ്. എന്നാൽ ഇത് മനസ്സിലാക്കിയതിനു ശേഷം ആംലത്തിന്റെ ഉള്ളിൽ വല്ലാത്തൊരു പേടി കുടുങ്ങാണ് കേട്ടോ. അതായത് ഇവരെ തേടി ഇനി ഫ്യൂണർ വരില്ല എന്ന് എന്തുറപ്പ്? അതുകൊണ്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച അവന്റെ ആ ഒരു പ്രതികാരം അത് തീർക്കാൻ തന്നെ ആംലത്ത് തീരുമാനിക്കുകയാണ്. എന്നാൽ ഓൾഗയെ ഒരിക്കലും കൂടെ കൊണ്ടുപോകാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ കപ്പൽ ഓടിക്കുന്ന ആൾക്ക് ചെറിയൊരു കൈക്കൂലി കൊടുത്ത് ഇവളെ സുരക്ഷിതമായിട്ട് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കണമെന്ന് ആംലത്ത് പറയാണ്. എന്നിട്ട് ഓൾഗയോട് ഒന്ന് യാത്ര പോലും പറയാതെ അവൻ ആ ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. അവന്റെ പിറകാലെ തന്നെ ഓൾഗയും ചാടാൻ നിൽക്കുമ്പോൾ ആ കപ്പലുണ്ടായിരുന്നവർ അവളെ പിടിച്ചു വെക്കുകയാണ്. അതായത് ഓൾഗ അറിഞ്ഞു കഴിഞ്ഞാൽ ആംലത്തിന് ഒരിക്കലും വിടില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുപോലെ ആംലത്ത് ഇനി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവൻ ജീവനോടെ തിരിച്ചു വരുന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ അന്നേ ദിവസം രാത്രിയായിട്ടുണ്ട്. ഫ്യൂണറിന്റെ ആൾക്കാർ പല ഭാഗത്തായിട്ട് കാവല് നിൽക്കുകയാണ്. ഓരോരുത്തരെയായിട്ടും ഇരുട്ടിന്റെ മറവിൽ വന്നുകൊണ്ട് ആംലത്ത് വളരെ ക്രൂരമായിട്ട് തന്നെ വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും മുറിയിൽ ഇരുന്നുകൊണ്ട് എലിസബത്തും അതുപോലെ തന്നെ ഫ്യൂണറും കേൾക്കുന്നുണ്ട്. ഇപ്പൊ എലിസബത്തിനോട് ഫ്യൂണർ ഒരു കാര്യം പറയാണ്. അതായത് എലിയോട്ടിന് ഒന്നും സംഭവിക്കാൻ പാടില്ല, അവന്റെ കാര്യം നീ നോക്കിക്കോണം, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഫ്യൂണർ പുറത്തേക്ക് പോകണം. ഇതേ നേരത്ത് തന്നെ സ്ത്രീകളായിട്ടുള്ള അടിമകളെ പൂട്ടിവെച്ച ഭാഗമുണ്ടല്ലോ, അവിടെ കാവലിനായിട്ട് ഒരുത്തനുണ്ടായിരുന്നു. അവന്റെ അരികിലേക്കും ആംലത്ത് പോകുന്നുണ്ട്. അവന്റെ വയറ്റിന് തന്നെ വെട്ട് കിട്ടുകയാണ്. ആ വെട്ടേറ്റ വയറുമായിട്ട് അവനിപ്പോ ആ ഒരു ഷെഡിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അവിടെയുള്ള അടിമ സ്ത്രീകൾ നോക്കുന്ന സമയത്ത് അവര് കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ഈ വെട്ടേറ്റ ആളുണ്ടല്ലോ, ഇയാളുടെ വയറ്റിൽ നിന്നും കുടൽമാല പുറത്തേക്ക് ചാടുന്നതാണ്. അപ്പൊ തന്നെ അയാൾ നിലം പൊത്തി വീഴുന്നുണ്ട്. ഈ നേരത്ത് അങ്ങോട്ടേക്ക് വന്ന ആംലത്ത് ഈ അടിമ സ്ത്രീകളോട് പറയാണ്, നിങ്ങൾക്ക് ഇപ്പൊ രക്ഷപ്പെടാവുന്നത്, നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്തോന്ന് പറയണം. ഇത് കഴിഞ്ഞ് ആംലത്ത് നേരെ പോകുന്നത് ഫ്യൂണറിന്റെ മുറിയിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പിന്നിലൂടെ അവന്റെ നേരെ ഒരാൾ ചാടി വീഴുന്നുണ്ട്. മറ്റാരുമല്ല, അവന്റെ അമ്മയായിട്ടുള്ള എലിസബത്ത് ആയിരുന്നു. സ്വന്തം മകനാണെന്ന് പോലും നോക്കാതെ അവനെതിരെ വാള് വീശുകയാണ് എലിസബത്ത്. എന്നാൽ ആ ഫൈറ്റിന്റെ ഒടുവിൽ വളരെ എളുപ്പത്തിൽ തന്നെ എലിസബത്തിന്റെ നെഞ്ചിലേക്ക്, ഹൃദയത്തിലേക്ക് ആംലത്ത് വാള് കുത്തി കയറ്റുന്നുണ്ട്. എന്നാൽ അത് മനഃപൂർവ്വം അവൻ ചെയ്തതല്ല കേട്ടോ. എന്നാൽ ആ ഒരു മരിക്കുന്നതിന്റെ അവസാന നിമിഷത്തിൽ ആംലത്തിനെ നോക്കിയിട്ട് എലിസബത്ത് പറയാണ്, ഹൃദയത്തിൽ തന്നെയാണ് കുത്തിയിരിക്കുന്നത്, അത് നന്നായി, നന്ദിയുണ്ട് മോനെ എന്ന് പറഞ്ഞിട്ട് അവരവിടെ പിടഞ്ഞ് മരിച്ചു വീഴാണ്. എന്നാൽ ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ അവിടെ ഒളിച്ചിരുന്ന നമ്മുടെ ചെറിയ പയ്യനുണ്ടല്ലോ എലിയോട്ട്, ഒരു ചെറിയ കത്തിയുമായിട്ട് ആംലത്തിന്റെ ദേഹത്തേക്ക് ചാടി വീഴാണ്. പല തവണ അവന്റെ പിറകിൽ കുത്തുന്നുണ്ട്. വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ആംലത്ത് ഒരൊറ്റ കുടയിലാണ്. ആ കുടയിൽ ഈ ചെറുക്കൻ എലിയോട്ട് താഴേക്ക് വീഴുന്നുണ്ട്. അതുപോലെ ആംലത്തിന്റെ വാളിലൂടെയാണ് അവൻ തെറിച്ചു പോകുന്നത്.
പോകുന്നത്. സ്പോട്ടിൽ തന്നെ ഇവൻ മരിച്ചു പോകുന്നുണ്ട് കേട്ടോ, അതായത് എലിയോട്ട്. രണ്ടുപേരും മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് ഫ്യൂണർ വരുന്നത്. എന്നാൽ ഫ്യൂണറുമായിട്ട് ഈ പാംലെറ്റ് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നില്ല. ഫ്യൂണർ തന്നെ പറഞ്ഞു, നമുക്ക് പിന്നൊരു ദിവസം ഏറ്റുമുട്ടാം. കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം കുറച്ച് അപ്പുറത്തായിട്ടുണ്ട്. ഇവരുടെ ചടങ്ങ് കഴിഞ്ഞ് ഞാൻ അവിടെ ഉണ്ടാവും, അങ്ങോട്ടേക്ക് പോവാം, നമുക്ക് അവിടുന്ന് യുദ്ധം ചെയ്യാന്ന് പറയണം. പിന്നീട് മകനായിട്ടുള്ള എലിയോട്ട്, ഭാര്യയായിട്ടുള്ള എലിസബത്ത് അവരുടെ ആ ഒരു മൃതദേഹം എടുത്തുകൊണ്ട് ഫ്യൂണർ പറഞ്ഞ ആ ഒരു അഗ്നിപർവ്വതം അങ്ങോട്ടേക്ക് പോവാണ്. ഇതേ നേരം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന അടിമകൾ അവര് മുഴുവനായിട്ട് ഇപ്പൊ ഫ്രീഡത്തിലാണല്ലോ. ഇത്രയും കാലം അവരെ ഇങ്ങനെ പണിയെടുപ്പിച്ചത് കൊണ്ട് തന്നെ വല്ലാത്തൊരു ദേഷ്യം അവർക്ക് ഉണ്ടായിരുന്നു. ഇവരെന്താ ചെയ്തതെന്ന് അറിയോ? അവിടെ ഉണ്ടായിരുന്ന ആലയും വീടുകളും ഇതെല്ലാം നിരത്തി കത്തിച്ചു കളയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആംലെറ്റ് നേരെ പോകുന്നത് ആ അഗ്നിപർവ്വതം ഉണ്ടല്ലോ അതിനരികിലേക്കാണ്. അവിടെ വെച്ച് അവസാന യുദ്ധം ചെയ്യാന്നാണ് ഫ്യൂണർ പറഞ്ഞത്. എന്തായാലും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ അമ്മയുടെ മൃതദേഹം അവിടെ ഉണ്ട്. ഇനിയിപ്പോ എത്ര മോശം സ്ത്രീയാണെങ്കിലും ആ കിടക്കുന്നത് അവന്റെ അമ്മയാണല്ലോ. അപ്പൊ അവരോട് കുറച്ച് സ്നേഹത്തോട് കൂടിയിട്ട് അവരുടെ മുഖത്തൊന്ന് തടവുന്നുണ്ട്. പിന്നീട് ഫ്യൂണറുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട് ആംലെറ്റ് പോവാണ്, അതും പൂർണ്ണമായ നഗ്നനായിട്ട്. എന്നാൽ മുന്നോട്ടേക്ക് പോകും തോറും ആംലെറ്റിന് ഒന്നും കാണാൻ കഴിയുന്നില്ല. പൂർണ്ണമായി ഇരുട്ടും പുകയുടെ ആ ഒരു മറവും. എവിടെ നിന്നും ഫ്യൂണർ ചാടി വീഴും എന്നറിയില്ല. അങ്ങനെ ഒന്നും കാണാതെ നിൽക്കുന്ന സമയത്ത് ഇരുട്ടിന്റെ മറവിൽ നിന്നും ഈ ആംലെറ്റിന് നേരെ ഫ്യൂണർ ചാടി വീഴുകയാണ്. അയാളും പൂർണ്ണ നഗ്നനായിരുന്നു. രണ്ടുപേരും അവസാനം അവിടെ വെച്ച് ഭയങ്കരമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഫൈറ്റിൽ ആംലെറ്റിന് നന്നായിട്ട് പോരാടാൻ കഴിയുന്നില്ല. അതിന് കാരണം ഓൾറെഡി അവന്റെ ദേഹത്ത് ഒരുപാട് മുറിവുണ്ടായിരുന്നു. മാത്രമല്ല ഈ യുദ്ധത്തിൽ ഫ്യൂണറിന്റെ കൈ കൊണ്ട് ഈ ആംലെറ്റിന്റെ കൈക്കിട്ട് നല്ലൊരു വെട്ടും കൊണ്ടു. അതോടെ ഏകദേശം തോറ്റ അവസ്ഥയിലായിട്ട് ആംലെറ്റ് നിലത്ത് ഇരുന്നു പോവാണ്. അവനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. വാള് വരെ പൊക്കാൻ കഴിയുന്നില്ല. അവന്റെ തല ഇപ്പൊ ഫ്യൂണർ വെട്ടും എന്ന അവസ്ഥ വന്ന സമയത്ത് എവിടുന്നാന്നറിയില്ല ഒരു എനർജി ആംലെറ്റിന് വന്നു. കയ്യിലുണ്ടായിരുന്ന വാള് വെച്ച് ഒരൊറ്റ വീശലാണ്. ആ വീശലിൽ ഫ്യൂണറിന്റെ തല തെറിച്ചു പോകുന്നുണ്ട്. എന്നാൽ തല തെറിക്കുന്നതിന് മുന്നേ ആയിട്ട് ഫ്യൂണർ അയാളുടെ വാള് ആംലെറ്റിന്റെ നെഞ്ചിലേക്ക് കയറ്റിയായിരുന്നു. അതോടുകൂടിയിട്ട് ആംലെറ്റും നിലം പൊത്തി വീഴാണ്. അവന്റെ ആ ഒരു അവസാന സമയത്ത് ഓൾഗയുടെ ഓർമ്മകൾ അവന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ജനിക്കാൻ പോകുന്ന ആ 2 കുഞ്ഞുങ്ങളെയും അവനിപ്പോ കാണുകയാണ്. മാത്രമല്ല വൈക്കിങ്സിന്റെ വിശ്വാസപ്രകാരം ഒരു യുദ്ധത്തിലാണ് ഇവർ മരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവർ സ്വർഗത്തിലേക്ക് പോകും. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് വന്ന പറക്കുന്ന ഒരു കുതിര ആംലെറ്റിന്റെ ആത്മാവുമായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. എന്തായാലും വല്ലാത്തൊരു ജാതി വർഗ്ഗങ്ങൾ തന്നെ. ചോര കണ്ട് അറുപ്പ് മാറാത്തവർ വൈക്കിങ്സ്. ശരിക്കും നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇങ്ങനെ ഒരു വർഗ്ഗം ഉണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം വയലന്റ് ആയിരുന്നു അവരെന്ന്. കാട്ടാളന്മാരായ ഈ വൈക്കിങ്സ് ഇവര് കാണിച്ച അത്ര അട്രോസിറ്റിയും അല്ലെങ്കിൽ ബ്രൂട്ടാലിറ്റി ഒന്നും ഈ ലോകത്തിൽ വേറെ ആരും കാണിച്ചിട്ടുണ്ടാവില്ല എന്നാ തോന്നുന്നു. എന്തായാലും ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.